എല്ലാവർക്കും നമസ്കാരം. ഞാൻ സിന്ധു മധു. ഭാരത് സേവക് സമാജിൻ്റെ ഭാരത് സേവക് അവാർഡ് ഏറ്റുവാങ്ങാനെത്തിയ ബഹുമാന്യരായ എല്ലാ മഹത് വ്യക്തിത്വങ്ങൾക്കും ഇന്ന് ഈ ചടങ്ങിൽ ആശംസകൾ അർപ്പിക്കാനെത്തിയ പ്രസിദ്ധ കവയിത്രിയും മോഡലും അഭിനേത്രിയും സാമൂഹ്യ പ്രവർത്തകയുമായ ശ്രീമതി ജസീന്ത മോറിസ്, കവിയും സാഹിത്യകാരനും സാംസ്കാരിക പ്രവർത്തകനും ചവറ ഫ്രണ്ട്സ് തരംഗം പ്രസിഡൻറ്റുമായ ശ്രീ ആസാദ് ആശീർവാദ് സാർ, റിട്ടയർഡ് പോലീസ് ഉദ്യോഗസ്ഥനും നാടക സീരിയൽ നടനുമായ ശ്രീ ബി ഗോപകുമാർ സാർ എന്നിവർക്കും ഈ ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയ മറ്റെല്ലാ വിശിഷ്ട വ്യക്തികൾക്കും ഭാരത് സേവക് സമാജിലെ എൻ്റെ കർമ്മധീരരായ സഹപ്രവർത്തകർക്കും എൻ്റെ പ്രണാമം. സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിൻ്റെ വികസനം യാഥാർത്ഥ്യമായി നിലനിൽക്കുകയും ഇന്ത്യൻ ജനതയുടെ ഭാവി സ്വപ്നങ്ങൾക്ക് പര്യായമായി വളർന്നു വരികയും ചെയ്ത ഭാരത് സേവക് സമാജ് അതിൻ്റെ ജൈത്രയാത്ര തുടങ്ങിയിട്ട് 74 വർഷങ്ങൾ പൂർത്തിയാവുവാൻ പോവുകയാണ്. 1905 പ്രമുഖ സ്വാതന്ത്ര്യ സമര സേനാനിയായ ശ്രീ ഗോപാലകൃഷ്ണ ഗോഖലെയുടെ നേതൃത്വത്തിൽ രൂപമെടുത്ത സർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റിയുടെ പുനർനാമകരണം ചെയ്യപ്പെട്ട പേരാണ് ഭാരത് സേവക് സമാജ്. 1952 ന്യൂഡൽഹിയിൽ നടന്ന സമ്മേളനത്തിൽ വെച്ച് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഭാരതത്തോട് അഭിസംബോധന ചെയ്ത് സംസാരിക്കവേ ഭാരത് സേവക് സമാജ് എന്ന് പറഞ്ഞൊരു പ്രസ്ഥാനം വരികയാണെന്നും അത് ഭാരതത്തിലെ യുവതി യുവാക്കളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടി രാഷ്ട്രത്തിന് സമർപ്പിക്കുന്നു എന്നാണ് അദ്ദേഹം ആഹ്വാനം ചെയ്തത്. തുടർന്ന് പ്രധാനമന്ത്രിയായ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു പ്രസിഡന്റും പ്ലാനിംഗ് കമ്മീഷൻ ഉപാധ്യക്ഷനും പിൽക്കാലത്ത് ആക്ടിംഗ് പ്രൈം മിനിസ്റ്ററുമായിരുന്ന ശ്രീ ഗുൽസാർലാൽ നന്ദ ആദ്യ ചെയർമാനുമായി നിയമിതനായി. രണ്ടാമത്തെ ചെയർമാൻ സ്വാമി ഹരിനാരായണാനന്ദജിയും മൂന്നാമത്തെ ചെയർമാനായി ഡോക്ടർ BS ബാലചന്ദ്രൻ സാറും നിയമിതനായി. കേന്ദ്ര ആസൂത്രണ കമ്മീഷന്റെ ശുപാർശ പ്രകാരം 1952 പാർലമെന്റിന്റെ സമ്പൂർണ്ണ അംഗീകാരത്തോടുകൂടി രൂപീകരിച്ച ദേശീയ വികസന ഏജൻസിയാണ് ഭാരത് സേവക് സമാജ്. അനേകായിരം പ്രവർത്തകരിലൂടെ രാഷ്ട്ര നിർമ്മാണം ലക്ഷ്യമാക്കിയുള്ള സ്വയം സമർപ്പിത സേവനമാണ് ഭാരത് സേവക് സമാജ് ഇന്ന് രാജ്യത്തുടനീളം നടത്തിവരുന്നത്. പാർശ്വവൽക്കരിക്കപ്പെട്ടവരും പിന്നോക്കം നിൽക്കുന്നവരും സമൂഹത്തിലെ ദുർബലരുമായ ജനങ്ങളെ സമൂഹത്തിൻ്റെ മുൻനിരയിൽ എത്തിക്കുക എന്നുള്ളതാണ് BSSന്റെ മുഖ്യമായ ലക്ഷ്യം. ഏതൊരു രാഷ്ട്രത്തിൻ്റെയും വികസനം ഉറപ്പാക്കുന്നത് അവിടുത്തെ ഗ്രാമങ്ങളുടെയും ഗ്രാമീണ ജനതയുടെയും ഉന്നമനത്തിലൂടെയാണ് എന്ന ലക്ഷ്യം മനസ്സിലാക്കിക്കൊണ്ട് ഭാരത് സേവക് സമാജ് രാജ്യത്തിനകത്തും പുറത്തും 10,000-കണക്കിന് തൊഴിലധിഷ്ഠിത കോഴ്സുകൾ നടത്തി വരുന്നുണ്ട്. ഇതിനു പുറമെ NSDC കോഴ്സുകളും വേൾഡ് സ്കിൽ കൗൺസിൽ കോഴ്സുകൾ നടത്തി വരുന്നു. ഇതിനു പുറമെ വ്യാവസായിക മേഖല, കാർഷിക മേഖല, പുസ്തക പ്രസിദ്ധീകരണ മേഖല, IT മേഖല, സോളാർ മേഖല, കമ്മ്യൂണിറ്റി ബാങ്കിംഗ് മേഖല, മൈക്രോ ഫിനാൻസ് മേഖല, അങ്ങനെ ധാരാളം പ്രോഗ്രാമുകളാണ് ഭാരത് സേവക് സമാജ് ഇന്ന് ഏറ്റെടുത്ത് നടത്തുന്നത്. ഏതൊരു മേഖലയിലും തനതായ വ്യക്തിമുദ്ര പതിപ്പിക്കുന്ന വ്യക്തിയേക്കാണ് ഭാരത് സേവക് സമാജിൻ്റെ ദേശീയ പുരസ്കാരമായ ഭാരത് സേവക് പുരസ്കാരം നൽകി ആദരിക്കുന്നത്. എല്ലാ മാസവും 12-ാം തീയതിയാണ് ഈ ചടങ്ങ് ഇവിടെ നടത്തുന്നത്. 12-ാം തീയതി അവധിയാണെങ്കിൽ മാത്രമേ തൊട്ടടുത്ത ദിവസത്തിലേക്ക് മാറ്റിവെക്കുന്നുള്ളൂ. ആഗസ്റ്റ് 12 എന്ന് പറയുന്നത് ഭാരത് സേവക് സമാജിൻ്റെ സ്ഥാപക ദിനമാണ്. ആ സ്ഥാപക ദിനത്തെ അനുസ്മരിപ്പിക്കും വിധത്തിലാണ് ഈ ചടങ്ങ് ഇവിടെ നടത്തി വരുന്നത്. ഇവിടെ മാത്രമല്ല, ഇന്ത്യയുടെ എല്ലാ സംസ്ഥാനങ്ങളിലും യൂണിയൻ ടെറിട്ടറിയിലുമായിട്ടാണ് ഈ പ്രോഗ്രാം നടത്തി വരുന്നത്. നമുക്കറിയാം, നമ്മുടെ സമൂഹത്തിൽ ഇന്ന് അറിഞ്ഞും അറിയപ്പെടാതെയും കിടക്കുന്ന ധാരാളം കലാകാരന്മാരും കലാകാരികളും രാഷ്ട്രീയ, സാമൂഹ്യ, സാംസ്കാരിക മേഖലയിലുള്ളവർ, വിദ്യാഭ്യാസ വിചക്ഷണർ, ആരോഗ്യ മേഖല, മാധ്യമ മേഖല, കാർഷിക മേഖല, അതുപോലെ വാസ്തുശില്പികൾ, കരകൗശലത്തിൽ പ്രാഗൽഭ്യം നേടിയവർ, ആയോധന കലയിൽ പ്രാഗൽഭ്യം നേടിയവർ, അങ്ങനെ ധാരാളം ആൾക്കാർ നമ്മുടെ സമൂഹത്തിൽ ഇന്ന് അറിഞ്ഞും അറിയപ്പെടാതെയും കിടക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. അവരെല്ലാം സമൂഹത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരികയും അവർ രാഷ്ട്രത്തിന് വേണ്ടി ചെയ്ത സേവനങ്ങളെ മാനിച്ചുകൊണ്ട് അവർക്ക് നൽകുന്ന ഏറ്റവും വലിയ ഉപകാരമാണ് ഭാരത് സേവക് സമാജിൻ്റെ ദേശീയ പുരസ്കാരമായ ഭാരത് സേവക് പുരസ്കാരം. ഭാരത് സേവക് സമാജിൻ്റെ ഭാരത് സേവക് പ്രോട്ടോകോൾ അനുസരിച്ച് ആദ്യം ദേശീയ ഗാനം, രണ്ടാമത് സ്വാഗതം, മൂന്നാമത് ആശംസകൾ, നാലാമത് ബഹുമാനനായ BSSന്റെ അഖിലേന്ത്യാ ചെയർമാൻ ഡോക്ടർ BS ബാലചന്ദ്രൻ സാറിൻ്റെ പ്രഭാഷണവും തുടർന്ന് പുരസ്കാര സമർപ്പണവുമാണ്. അത് കഴിഞ്ഞാൽ നന്ദി പ്രകാശനം, തുടർന്ന് ദേശീയ ഗാനത്തോടുകൂടി ഈ വിശിഷ്ടമായ ചടങ്ങ് ഇവിടെ അവസാനിക്കുകയാണ്. സ്വാഗത സമയത്ത് നിങ്ങൾ ഓരോരുത്തരും ഈ സ്റ്റേജിൻ്റെ ഫ്രണ്ടിൽ വിളിച്ചു വരുത്തുകയും നിങ്ങളെ ആദരപൂർവ്വം അണിയിക്കുന്ന ഷോളുകൾ ഈ പ്രോഗ്രാം കഴിയുന്നത് വരെ അവരവരുടെ കഴുത്തിൽ അണിയണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അതുപോലെ നിങ്ങൾക്കുള്ള മറ്റൊരു ആദരവ് കൂടിയാണ് നന്ദി പ്രകാശനം. ആ നന്ദി പ്രകാശനം കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഈ വേദി വിടുവാൻ പാടുള്ളൂ എന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിക്കുന്നു. BSSന്റെ അഖിലേന്ത്യാ ചെയർമാൻ ബഹുമാന്യനായ ഡോക്ടർ BS ബാലചന്ദ്രൻ സാർ ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ്. അദ്ദേഹത്തെ BSSന്റെ ദേശീയ സെക്രട്ടറി ശ്രീമതി ജയ ശ്രീകുമാർ അവர்களுം ദേശീയ ട്രഷറർ ശ്രീമതി മഞ്ജു ശ്രീകണ്ഠൻ അവர்களுം ചേർന്ന് ആദരിച്ച് ആനയിക്കുകയാണ്. അദ്ദേഹം ഇവിടെ എത്തിക്കഴിഞ്ഞു. സമ്മേളനം തുടങ്ങുകയാണ്.
ദേശീയ ഗാനം. जनगण मन अधिनायक जय हे भारत भाग्य विधाता, पंजाब सिंध गुजरात मराठा द्राविड उत्कल बंगा, विंध्य हिमाचल यमुना गंगा उच्चल जलधि तरंगा, तव शुभ नामे जागे तव शुभ आशीष मांगे, गाहे तव जय गाथा। जन गण मंगलदायक जय हे भारत भाग्य विधाता, जय हे जय हे जय हे जय 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 हे. സ്വാഗതം ആശംസിക്കുന്നതിനായി BSSന്റെ ദേശീയ സെക്രട്ടറി ശ്രീമതി ജയ ശ്രീകുമാർ മേഡത്തിനെ സാദരം ക്ഷണിക്കുന്നു. ഭാരത് സേവക് ഉപഹാര സമർപ്പണത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഭാരത് സേവക് സമാജിനെ പറ്റിയുള്ള പൊതുവായ വിവരങ്ങൾ എനിക്ക് മുമ്പേ സംസാരിച്ച ശ്രീമതി സിന്ധു മധു ഇവിടെ അവതരിപ്പിച്ചു എന്നുള്ളത് അറിയാവുന്നതുകൊണ്ട് തന്നെ അത് വീണ്ടും ആവർത്തിക്കുന്നില്ല. ഭാരത് സേവക് സമാജിൻ്റെ ഉപഹാരത്തെ പറ്റിയാണ് ഇന്ന് പറയാനുള്ളത്. ഭാരത് സേവക് സമാജ് അറിയാമല്ലോ, ഇന്ത്യയിൽ എമ്പാടും പ്രവർത്തിച്ചു വരുന്ന പ്രസ്ഥാനമാണ് ഭാരത് സേവക് സമാജ്. 1952 രൂപീകൃതമായ ഈ പ്രസ്ഥാനം ദേശീയ വികസന ദൗത്യത്തിലാണ് ഏർപ്പെട്ടിരിക്കുന്നത്. ധാരാളം പ്രവർത്തനങ്ങൾ രാജ്യത്തെമ്പാടും നിർവഹിച്ചു വരുന്ന ഒരു കർമ്മോധീരമായ പ്രസ്ഥാനമായിട്ടാണ് ഭാരത് സേവക് സമാജ് നിലകൊള്ളുന്നത്. ഭാരത് സേവക് സമാജിൻ്റെ പ്രവർത്തന മേഖല എന്ന് പറയുമ്പോൾ ഏതെല്ലാം മേഖലകൾ എന്ന് പറഞ്ഞാൽ ഏത് മേഖലയും ഏറ്റെടുത്ത് ചെയ്യാൻ തയ്യാറായ ഒരു കൂട്ടം പ്രവർത്തകരാണ് ഭാരത് സേവക് സമാജിന് ഭാരതത്തിലുടനീളമുള്ളത്. ഭാരതത്തിലുടനീളം എന്ന് മാത്രമല്ല, ഭാരതത്തിന് പുറത്തും തന്നെ ധാരാളം പ്രവർത്തനങ്ങൾ ഭാരത് സേവക് സമാജ് ഏറ്റെടുത്ത് നടപ്പിലാക്കുന്നുണ്ട്. ഗവൺമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ, ഗവൺമെൻറ് ഇതര പ്രവർത്തനങ്ങൾ, കാർഷിക മേഖലയിലുള്ള പ്രവർത്തനങ്ങൾ, വിദ്യാഭ്യാസ മേഖലയിലുള്ള പ്രവർത്തനങ്ങൾ, മാനേജ്മെൻറ്റ് മേഖലയിലുള്ള പ്രവർത്തനങ്ങൾ, വനിതാ ക്ഷേമത്തിലൂന്നിയുള്ള പ്രവർത്തനങ്ങൾ, കുട്ടികളുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രവർത്തനങ്ങൾ, അങ്ങനെ ഏതെല്ലാം മേഖലയിൽ ഭാരത് സേവക് സമാജിന് കൈവെക്കാമോ അതിലെല്ലാം തന്നെ ഭാരത് സേവക് സമാജ് ഇത്രയും വർഷങ്ങളായി ധാരാളം പ്രവർത്തനങ്ങളാണ് കാഴ്ചവെക്കുന്നത്. അതുകൂടാതെ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ടത്, അതുപോലെ റിന്യൂവബിൾ എനർജിയായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ എന്തൊക്കെ മേഖലകൾ നമുക്ക് വികസന സാധ്യമായ പദ്ധതികൾ രാജ്യത്തെമ്പാടും നടപ്പിലാക്കാമോ അതെല്ലാം ഏറ്റു നടത്തുക എന്നുള്ളതാണ് ഭാരത് സേവക് സമാജിൻ്റെ ലക്ഷ്യവും. അതിൽ കൂടെയാണ് ഭാരത് സേവക് സമാജ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നതും. ഈ ഏറ്റെടുത്ത പ്രവർത്തനങ്ങളെല്ലാം തന്നെ ഏറ്റവും സക്സസ്ഫുള്ളായിട്ടും അങ്ങേയറ്റം ഫലപ്രാപ്തിയോടും കൂടി തന്നെ ചെയ്യാൻ കഴിയുന്നു എന്നുള്ളതാണ് ഭാരത് സേവക് സമാജിൻ്റെ ഏറ്റവും വലിയ അഭിമാനവും സന്തോഷവും. ഭാരത് സേവക് സമാജ് ആദ്യം സൂചിപ്പിച്ച പോലെ തന്നെ ഒരുവറ്റം സന്നദ്ധ പ്രവർത്തകരാണ് ഭാരത് സേവക് സമാജിനെ ഇത്രയും വളർത്തി ഈ രാജ്യത്തെമ്പാടും ഇത്രയും പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഭാരത് സേവക് സമാജിൻ്റെ ഇന്നത്തെ ചെയർമാൻ നമുക്കറിയാം, ഭാരത് സേവക് സമാജിൻ്റെ ദേശീയ ചെയർമാൻ ശ്രീ BS ബാലേന്ദ്രൻ സാറാണ്. അദ്ദേഹം നേതൃത്വ സ്ഥാനത്തേക്ക് വന്നതിന് ശേഷമാണ് ധാരാളമായ പ്രവർത്തനങ്ങൾ ഇന്ത്യയിലുടനീളം കണ്ടുപിടിക്കാനും അതുപോലെ നടപ്പിലാക്കാനും നമുക്ക് ആയതെന്നുള്ളത് നമുക്ക് ഏവർക്കും അറിയാവുന്ന ഒരു സത്യമാണ്. ഭാരത് സേവക് സമാജിൻ്റെ ആദ്യത്തെ നേതൃത്വങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുസും അതുപോലെ തന്നെ ഗുൽസാൽലാൽ നന്ദയും ഒക്കെയാണ് ആദ്യകാല നേതാക്കൾ. മുൻകാല പ്രധാനമന്ത്രിയായിരുന്ന ശ്രീമതി ഇന്ദിരാഗാന്ധിയാണ് ഭാരത് സേവക് സമാജിൻ്റെ ആദ്യത്തെ അംഗം. അങ്ങനെ ക്ഷേമരാഷ്ട്രം എന്ന ലക്ഷ്യത്തോടു കൂടി വികസന പ്രവർത്തനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുക, അത് ജനങ്ങളുടെ പങ്കാളിത്തത്തോടുകൂടി നടപ്പിലാക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് അക്കാലത്തിൽ 1952 ഇതിൻ്റെ ദക്ഷിണാശാലയിൽ ഇത് മുൻകൂട്ടി കണ്ട് ഈ പ്രവർത്തനത്തിലേക്ക് ഇറങ്ങിയത്. അത് കഴിഞ്ഞിട്ട് ഇന്ന് നമുക്കറിയാം ഭാരത് സേവക് സമാജ് കാലത്തിനനുസൃതമായ പ്രവൃത്തികളാണ് ഇന്ന് ഭാരതത്തിലുടനീളം ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാലത്തിനനുസൃതമെന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെയാണ്, ഏതൊക്കെ രീതിയിൽ കൂടിയാണ് നമുക്ക് ഇന്നത്തെ പുതിയ യുഗത്തിൽ നമ്മുടെ ഭാരതത്തിനെ കെട്ടിപ്പടുക്കാനാവുന്നത്, അല്ലെങ്കിൽ ഒരു ക്ഷേമരാഷ്ട്രം എന്ന നിലയിൽ ഭാരതത്തെ ഉയർത്തിയെടുക്കാൻ പറ്റുന്ന എന്ന രീതിയിലുള്ള ധാരാളം പ്രവർത്തനങ്ങളാണ് ഇന്ന് ഭാരത് സേവക് സമാജ് വിഭാവനം ചെയ്യുന്നത്. അതിൻ്റെ എല്ലാം തലപ്പത്ത് നിൽക്കുന്ന നമുക്ക് ഏവർക്കും പ്രിയങ്കരനായ നമ്മുടെ ചെയർമാൻ തന്നെയാണ്. ഭാരത് സേവക് സമാജിൻ്റെ എല്ലാ പ്രവർത്തകരെയും ഒന്നിച്ചു കൊണ്ടുപോയും അതുപോലെ ആശയസമ്പുഷ്ടമായ ഒരു പ്രവർത്തന മേഖല നമുക്ക് തുറന്നു തരികയും ആർക്കും ഒരു ഓപ്പൺ സ്റ്റേജാണ് ഭാരത് സേവക് സമാജ് എന്ന് പറഞ്ഞാൽ. ആർക്കും പ്രവർത്തിക്കാൻ താല്പര്യമുള്ള ആർക്കും ഏത് രീതിയിലും നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാനുള്ള ഒരു ഓപ്പൺ സ്റ്റേജായി ഭാരത് സേവക് സമാജ് നമുക്ക് ഏവർക്കും മുമ്പിലേക്ക് തുറന്നു തരികയും ചെയ്തിട്ടുള്ള ചെയർമാൻ.
ധാരാളം കാഴ്ചപ്പാടുകളും ധാരാളം ആശയങ്ങളും അതുപോലെ അത് നടത്തിയെടുക്കാനുള്ള ആർജവമുള്ള ചെയർമാൻ. അങ്ങനെ വ്യത്യസ്തമായ രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു ചെയർമാനാണ് ഭാരത് സേവക് സമാജ് എന്നുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഭാരത് സേവക് സമാജ് ഇത്രയും അധികം കാര്യങ്ങൾ ഈ ഭാരതത്തിലുടനീളം നടപ്പിലാക്കാൻ കഴിയുന്നതും. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹമാണ് ഇന്ന് ഈ ചടങ്ങിൽ അധ്യക്ഷം വഹിക്കുന്നതും നിങ്ങൾക്ക് പുരസ്കാരങ്ങൾ കൈമാറുന്നതും. അദ്ദേഹത്തെ സ്നേഹപൂർവ്വം ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യും. ഭാരത് സേവക് സമാജിൻ്റെ ഡയറക്ടർ ജനറൽ ഇവിടെ സംബന്ധിക്കുന്നുണ്ട്. ഈ ചടങ്ങിൽ ശ്രീമതി മഞ്ജു ശ്രീകണ്ഠൻ. മഞ്ജുവിനെ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇനി ഭാരത് സേവക് സമാജിൻ്റെ ഭാരത് സേവക് ഉപഹാരത്തെപ്പറ്റി പറയുകയാണെങ്കിൽ രാജ്യത്തെമ്പാടും ധാരാളം പ്രവർത്തനങ്ങൾ നടത്തിവരുന്ന വ്യക്തിത്വങ്ങളാണ് നിങ്ങൾ ഓരോരുത്തരും. ഒരുപക്ഷെ നമ്മൾ അറിയുന്നുണ്ടാവില്ല നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ. നമ്മൾ സാഹിത്യകാരന്മാർ പുസ്തകം എഴുതുന്നു എന്നതിൽ ഊന്നി നിൽക്കുന്നുണ്ടായിരിക്കും. അതുപോലെ പലരും അവരവരുടെ പ്രവർത്തന മേഖലയിൽ ഊന്നി നിൽക്കുന്നു. പക്ഷെ അതെന്താണ് നമ്മുടെ രാഷ്ട്രത്തിനുണ്ടാക്കുന്ന മാറ്റം എന്താണ്, അത് എന്ത് ഇമ്പാക്റ്റാണ് ജനങ്ങളിൽ ഉണ്ടാക്കുന്നതെന്ന് ഒരുപക്ഷെ നമ്മൾ തിരിച്ചറിയുന്നുണ്ടാവില്ല. ഇങ്ങനെയുള്ള ഓരോ അവസരങ്ങൾ കൂടിയാണ് അതെല്ലാം തിരിച്ചറിയാൻ പറ്റുന്നത്. ഭാരത് സേവക് സമാജിൻ്റെ ഇന്നത്തെ ഉപഹാരം സ്വീകരിക്കാൻ ഇവിടെ എത്തിയിരിക്കുന്നവർ ധാരാളം വ്യത്യസ്തങ്ങളായ മേഖലയിൽപ്പെട്ട 38-40 പേരാണ് ഇന്ന് ഉപഹാരം സ്വീകരിക്കാൻ ഇവിടെ എത്തിയിട്ടുള്ളത്. ഓരോരുത്തരുടെയും പ്രവർത്തന മേഖല വളരെ വളരെ വ്യത്യസ്തപ്പെട്ടാണ്. അതിൽ കൂടെ രാഷ്ട്രത്തിന് എന്ത് കിട്ടുന്നു എന്നുള്ളത് നമ്മൾ സ്വയം മനസ്സിലാക്കുകയും അതുപോലെ തന്നെ മറ്റുള്ളവരെ മനസ്സിലാക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഈ ഉപഹാര സമർപ്പണത്തിൽ കൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഇരിക്കുന്ന പലർക്കും പല ബഹുമതികളും കിട്ടിയിട്ടുള്ളതാണ്. പക്ഷേ ഭാരത് സേവക് സമാജിൻ്റെ ബഹുമതി എന്ന് പറയുമ്പോൾ അത് നാഷണൽ ബഹുമതിയാണ്, ദേശീയ തലത്തിലുള്ള അംഗീകാരമാണ് ഭാരത് സേവക് സമാജിൻ്റെ ഭാരത് സേവക് ഉപഹാരം എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഇതിനേക്കാൾ ഒത്തിരി ഉപഹാരം കിട്ടിയിട്ടുള്ളവരാണെങ്കിലും ഈ ബയോഡേറ്റയിൽ നോക്കുമ്പോൾ അത് വളരെ കൂടുതലുണ്ടെങ്കിലും ഞാൻ ഇന്നത്തെ ഈ ചടങ്ങിൽ വളരെ കുറച്ച് മാത്രമേ ഉപഹാരങ്ങളെപ്പറ്റി പറയുള്ളൂ. അതുപോലെ നിങ്ങളുടെ വിദ്യാഭ്യാസ യോഗ്യതയെപ്പറ്റി വളരെ കുറച്ച് മാത്രമേ പറയുള്ളൂ. വേറൊന്നുമല്ല, സമയത്തിൻ്റെ ഒരു ബുദ്ധിമുട്ട് കാരണമാണ് സമയം നീണ്ടുപോകുമെന്നുള്ളത് കൊണ്ട് പലരുടെയും ബയോഡേറ്റകൾ പേജുകൾ വരുന്ന ബയോഡേറ്റകളാണ് പലരുടെയും വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവരുടെയും ഒരു ജനറൽ അവയർനെസ്സിനുള്ള കാര്യങ്ങൾ, നിങ്ങളുടെ കർമ്മ മേഖല എന്താണ്, അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമാണ് ഇന്ന് ഈ ബയോഡേറ്റയിൽ വായിക്കുന്നത്. ബാക്കിയെല്ലാം തന്നെ നമ്മുടെ വെബ്സൈറ്റ് ഉണ്ട്. ഭാരത് സേവക് സമാജിൻ്റെ ഗിന്നസ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ്സിന് തുല്യമായ ഒരു വെബ്സൈറ്റ് നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അതിൽ ഇതുവരെ കിട്ടിയിട്ടുള്ള എല്ലാ ഭാരത് സേവക് സമാജിൻ്റെ ഉപഹാരം കിട്ടിയിട്ടുള്ള എല്ലാ വ്യക്തികളെ പറ്റിയുള്ള വിശദമായ ബയോഡേറ്റ അതിലുണ്ട്. എന്തുകൊണ്ടാണ് നിങ്ങൾ ബഹുമാനിതരായിട്ടുള്ളത്, എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഉപഹാരം ലഭിച്ചത്, എന്താണ് നിങ്ങളുടെ സംഭാവന എന്നുള്ളതെല്ലാം ആ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് ലഭ്യമാണ്. അതുകൊണ്ട് ബാക്കിയുള്ള കാര്യങ്ങൾ വളരെ കുറച്ചേ ഞാനിന്നിവിടെ വായിക്കുകയുള്ളൂ. അതിലെല്ലാവരും സഹകരിക്കണം, ആർക്കും വിഷമം തോന്നരുതെന്ന് പറയാൻ വേണ്ടിയാണ് ആദ്യമായി ഇത് പറയുന്നത്. ഇത് എല്ലാവരുടെയും ഈ ചടങ്ങിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഓരോരുത്തരെയും ഞാൻ വ്യക്തിപരമായി ഇവിടെ വിളിക്കും. അന്നേരം ഓരോരുത്തരും വന്ന് ഓഡിയൻസിനെ ഫേസ് ചെയ്തൊന്ന് നിന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ ബയോഡേറ്റ വായിക്കും. അത് കഴിഞ്ഞിട്ടാണ് പിന്നീടാണ് ഉപഹാര സമർപ്പണം. അടുത്തായി ഓരോരുത്തരെയും ഞാൻ പേര് വിളിക്കുകയാണ്. ആദ്യമായി ശ്രീ സുരേഷൻ അക്കമടത്തിൽ. വടകര മേപ്പയിൽ സ്വദേശി, സാമൂഹ്യ പ്രവർത്തകൻ, ഇന്ത്യൻ സോഷ്യൽ ക്ലബ് ഒമാൻ മലയാളം വിങ്ങിൽ അംഗമാണ്. അംഗങ്ങളുടെയും കുട്ടികളുടെയും സാമൂഹ്യ ഉന്നമനത്തിനായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഒമാനിലെ ശ്രീനാരായണീയരുടെ അന്താരാഷ്ട്ര സംഘടനയായ ശ്രീനാരായണ പ്രവാസി സമിതി എന്ന പ്രസ്ഥാനത്തിന് വേണ്ടി പ്രവർത്തിച്ചു. തുടർന്ന് ഇന്ത്യൻ സയൻസ് ഫോർ ഒമാൻ എന്ന സംഘടനയ്ക്ക് രൂപം നൽകി. ഒമാനിലെ 22 ഇന്ത്യൻ സ്കൂളിൽ പഠിക്കുന്ന 45,000 ഇന്ത്യൻ സ്കൂൾ വിദ്യാർത്ഥികളെ ശാസ്ത്രീയമായും സാങ്കേതികമായും അഭിരുചിയുള്ളവരാക്കി തീർക്കുക എന്ന ഉദ്ദേശത്തോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണിത്. ശാസ്ത്ര പ്രദർശനം, ക്വിസ് കോമ്പറ്റീഷൻ, സയൻസ് ഡിബേറ്റ്, ഡിജിറ്റൽ സിമ്പോസിയം, ശാസ്ത്ര പ്രതിഭ കോൺടെസ്റ്റ് എന്നിവ വർഷം തോറും സംഘടിപ്പിച്ചു വരുന്നു. 5000-ൽ കൂടുതൽ വിദ്യാർത്ഥികൾ ഇതിൽ പങ്കെടുക്കാറുണ്ട്. വിദ്യാർത്ഥികൾക്ക് ശാസ്ത്രജ്ഞരുമായി നേരിട്ട് സംവദിക്കാനുള്ള അവസരവും ഉണ്ടാകാറുണ്ട്. ഈ സംഘടനയുടെ ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ ഇപ്പോൾ പ്രവർത്തിച്ചു വരുന്നു. ശ്രീനാരായണ ഗുരുവിൻ്റെ പേരിൽ ഒരു മെഡിക്കൽ കോളേജ് കേരളത്തിൽ ഉണ്ടാക്കണമെന്ന ആശയം ഉദിക്കുകയും ഇതിനുവേണ്ടി മസ്കത്തിൽ നിന്ന് സമചിന്താഗതിക്കാരെ വ്യക്തികളെ ഒരുമിപ്പിക്കുകയും ഒമാനിൽ നിന്നുള്ള ഫണ്ട് സ്വീകരിക്കുകയും ശ്രീനാരായണ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് യാഥാർത്ഥ്യമാക്കുകയും ചെയ്തു. ഈ മെഡിക്കൽ കോളേജിൻ്റെ ട്രസ്റ്റി, ഡയറക്ടർ ബോർഡ് അംഗം എന്ന നിലകളിലും പ്രവർത്തിച്ചു വരുന്നു. 750 ബെഡുള്ള ഹോസ്പിറ്റൽ, 150 MBBS സീറ്റ് വർഷം തോറും, 20-ലധികം PG കോഴ്സുകളും 50 BSc നഴ്സിംഗ് ഡിഗ്രി കോഴ്സുകളുമായി പ്രവർത്തിവെച്ച് വരികയാണ് ഈ ആശുപത്രി. കോവിഡ് മഹാമാരി സമയത്ത് വടകര ഭാഗത്തുള്ളവരെയും സാധാരണ വിമാന സർവീസ് ഇല്ലാതിരുന്നിട്ടും വിമാനം ചാർട്ടർ ചെയ്ത് ധാരാളം വ്യക്തികളെ നാട്ടിലെത്തിക്കുകയുണ്ടായി. വടകര സൗഹൃദവേദിയുടെ മുഖ്യ രക്ഷാധികാരി എന്ന നിലയിലും പ്രവർത്തിച്ചു വരുന്നു. വടകരയും പ്രാന്തപ്രദേശങ്ങളിലുമുള്ള ഒമാനിൽ ജോലി ചെയ്യുന്ന ആളുകളെയും അവരുടെ കുടുംബാംഗങ്ങളുടെ കല, സാംസ്കാരികം, വിദ്യാഭ്യാസം, സാമ്പത്തികം, ജോലി എന്നിവയിലൊക്കെയുള്ള ഉന്നമനത്തിനായിട്ടാണ് പ്രവർത്തിച്ചു വരുന്നത്. സാമൂഹ്യ സേവന മേഖലയിലെ മികച്ച സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണം നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം.
ശ്രീ പ്രകാശ് പ്രാസ്കോ, വയനാട് മീനങ്ങാടി സ്വദേശി, സാമൂഹ്യ ജീവകാരുണ്യ പ്രവർത്തകൻ. വയനാട്ടിലും കേരളത്തിലും ഉടനീളമായി ക്യാൻസർ, പ്രമേഹം, അപകടങ്ങൾ തുടങ്ങിയ മറ്റ് കാരണങ്ങളാൽ കാലുകൾ നഷ്ടപ്പെട്ട ഏകദേശം 1800-ലധികം ആളുകൾക്ക് വിവിധ ട്രസ്റ്റുകളുടെയും സ്പോൺസർമാരുടെയും സഹായത്തോടെ സൗജന്യമായി കൃത്രിമ കൈകാലുകൾ നൽകിയിട്ടുണ്ട്. ഇപ്പോഴും ഈ മേഖലയിൽ സജീവമാണ്. മാതാപിതാക്കൾ നഷ്ടപ്പെട്ട പഠിക്കാൻ മിടുക്കരായ 100-ന് മുകളിൽ കുട്ടികളെ വിവിധ ട്രസ്റ്റുകളുടെയും സ്പോൺസർമാരുടെയും സഹായത്തോടെ BSc നഴ്സിംഗ് പഠിപ്പിച്ചിട്ടുണ്ട്. പലവിധ കാരണങ്ങളാൽ വീട് വിട്ടു പോയവരും ആത്മഹത്യാ പ്രവണത കാണിക്കുന്നതുമായ 100-ന് മുകളിൽ കുട്ടികളെ സൗജന്യമായി കൗൺസിലിംഗ് നൽകിക്കൊണ്ട് ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവന്നു. വയനാട്ടിലെ ഉൾക്കാടുകളിലെയും ഗ്രാമങ്ങളിലെയും ആദിവാസി ഊരുകളിൽ 4000 കിലോയോളം വസ്ത്രങ്ങൾ എത്തിച്ചു നൽകി. ഇപ്പോഴും ഈ മേഖലയിൽ സജീവമാണ്. ക്യാൻസർ ബാധിച്ച് തലമുടി നഷ്ടപ്പെട്ട സ്ത്രീകൾക്ക് സൗജന്യമായി വിഗുകളും ബ്രസ്റ്റ് നീക്കം ചെയ്തവർക്ക് ആർട്ടിഫിഷ്യൽ ബ്രസ്റ്റും നൽകി വരുന്നു. 600-ലധികം വിഗുകളും ബ്രസ്റ്റുകളും ഇതിനോടകം നൽകിയിട്ടുണ്ട്. ഇതിൻ്റെ ആവശ്യത്തിലേക്കായി കേശധ്യാന ക്യാമ്പുകൾ നടത്തി വരുന്നു. ഇപ്പോഴും ഈ മേഖലയിൽ സജീവമായി പ്രവർത്തിക്കുന്നു. സർക്കാരിൻ്റെ ക്ഷേമ പെൻഷൻ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്നവർക്കായി സൗജന്യ നേത്ര പരിശോധന ക്യാമ്പുകൾ നടത്തുന്നു. ഇതുവരെ ഏകദേശം 65,000 പേരുടെ കണ്ണുകൾ പരിശോധിച്ചു കഴിഞ്ഞു. ഇപ്പോഴും ക്യാമ്പുകൾ സംഘടിപ്പിക്കുന്നുണ്ട്. കിടപ്പ് രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കുമായി അവരുടെ വീടുകളിൽ പോയി സൗജന്യ കൗൺസിലിംഗ് നൽകി വരുന്നു. പഠന വൈകല്യ നിർണയ ക്യാമ്പുകളും സൗജന്യ കൗൺസിലിംഗ് ക്യാമ്പുകളും നടത്തി വരുന്നു. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾക്ക്, പ്രത്യേകിച്ചും പെൺകുട്ടികൾക്ക് സൗജന്യമായി പഠന, താമസ, ഭക്ഷണ സൗകര്യം എന്നിവ ഒരുക്കൊണ്ടുള്ള ഹോസ്റ്റൽ സഹായം നൽകി വരുന്നു. തെരുവിൽ അന്തി ഉറങ്ങുന്നവർക്കായി വർഷങ്ങളായി കമ്പിളി പുതപ്പ് വിതരണം ചെയ്യുന്നുണ്ട്. വിധവകൾ, കിടപ്പുരോഗികൾ എന്നിവരുടെ കുട്ടികൾക്ക് സൗജന്യമായി പഠനോപകരണ വിതരണം വർഷങ്ങളായി നടത്തുന്നു. പാലിയേറ്റീവ് ആവശ്യങ്ങൾക്കായി എയർ ബെഡ്, വാട്ടർ ബെഡ്, വീൽ ചെയറുകൾ, വാക്കിംഗ് സ്റ്റാൻഡുകൾ, അഡ്ജസ്റ്റബിൾ കട്ടിലുകൾ, ഓക്സിജൻ സൗകര്യം എന്നിവ വാടകയില്ലാതെ നൽകുന്നു. വീടില്ലാതെ കഷ്ടപ്പെടുന്ന നിരവധി പേർക്ക് വിവിധ സ്പോൺസർമാരുടെയും ട്രസ്റ്റിൻ്റെയും സഹായത്തോടെ വീടുകൾ നിർമ്മിച്ചു നൽകുന്നു. വയനാട്ടിൽ ഉടനീളമായി 1000-ഓളം വീൽ ചെയറുകൾ സൗജന്യമായി ആവശ്യക്കാർക്ക് എത്തിച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പോഴും പ്രധാനമന്ത്രി ദിവ്യക്ഷ കേന്ദ്രവുമായി ബന്ധപ്പെട്ട് ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തുന്നു. കൂടാതെ 60 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക് സൗജന്യമായി കേൾവി സഹായം നൽകി വരുന്നു. മരുന്ന്, ഭക്ഷണം ഇവയ്ക്ക് ബുദ്ധിമുട്ടുന്നവർക്ക് ഉദാരമതികളെ കണ്ടെത്തി അവർക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എത്തിച്ചു കൊടുക്കുന്നു. കോവിഡ്, പ്രളയം, വയനാട്ടിന് നടുക്ക് ഉരുൾപൊട്ടൽ എന്നിവയുമായി ബന്ധപ്പെട്ട് ദുരിതാശ്വാസത്തിനായി സജീവമായി പങ്കെടുത്തു. പ്രളയകാലത്ത് കേരളത്തിലെ അങ്ങോളം ഇങ്ങോളം ഉള്ള സുമനസ്സുകളുടെ സഹായത്തോടെ ലക്ഷക്കണക്കിന് രൂപയുടെ ഭക്ഷണ സാമഗ്രികളുടെ വിതരണം വയനാട്ടിൽ ചെയ്തു. കോവിഡ് സമയത്ത് മീനങ്ങാടി, ബത്തേരി, കൽപ്പറ്റ എന്നിവിടങ്ങളിലെ തെരുവ് ജീവികൾക്ക് ഭക്ഷണം കൊടുത്തു. കൂടാതെ ആനിമൽ റെസ്ക്യൂ മേഖലയിൽ സജീവമാണ്. കിടപ്പ് രോഗികളെ സഹായിക്കാനായി ഡയപ്പർ ചലഞ്ച് നടത്തി ആവശ്യക്കാർക്ക് അഡൽട്ട് ഡയപ്പറുകൾ എത്തിച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്നു. ആരും നോക്കാനില്ലാത്ത കിടപ്പ് രോഗികളെ മുടിവെട്ടി കുളിപ്പിച്ച് വൃത്തിയാക്കി അതാത് മേഖലകളിലേക്ക് അയക്കുന്നുണ്ട്. വീടുകളിൽ ഉപയോഗിക്കാതെ വെച്ചിരിക്കുന്ന മരുന്നുകൾ ശേഖരിച്ചുകൊണ്ട് വിവിധ പാലിയേറ്റീവ് യൂണിറ്റുകൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്നു. ആർത്തവകാലത്തെ ശുചിത്വം ഇല്ലായ്മയെ പരിഹരിക്കാനായി വയനാട്ടിൽ ഉടനീളമുള്ള വിവിധ ഊരുകളിൽ ഉദാരമതികളുടെ സഹായത്തോടെ നാപ്കിൻ വിതരണവും ബോധവൽക്കരണവും നടത്തുന്നു. മുഴുവൻ സമയവും സാമൂഹ്യ പ്രവർത്തനത്തിനായാണ് വിനിയോഗിക്കുന്നത്. മീനങ്ങാടിയിൽ പ്രാസ്കോ എന്ന പേരുള്ള ഒരു സർവീസ് സ്റ്റേഷനിൽ നിന്നുള്ള വരുമാനമാണ് ജീവിതോപാധി. ജീവകാരുണ്യ മേഖലയിലെ സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണം നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. ഡോക്ടർ അഭിലാഷ് ആർ, തിരുവനന്തപുരം വള്ളക്കടവ് സ്വദേശി. കഴിഞ്ഞ 15 വർഷമായി കേരള സർക്കാർ മൃഗസംരക്ഷണ വകുപ്പിൽ വെറ്ററിനറി സർജനാണ്. ആദ്യ നിയമനം പത്തനംതിട്ടയിലെ ചിറ്റാർ വെറ്ററിനറി ഡിസ്പെൻസറിയിലായിരുന്നു. തുടർന്ന് മണമ്പൂർ, പെരുങ്കുഴി, നിലവിൽ പുല്ലമ്പാറ വെറ്ററിനറി ഡിസ്പെൻസറിയിൽ സേവനമനുഷ്ഠിച്ചു വരുന്നു. ചിറ്റാർ, തണ്ണിത്തോട്, സീതത്തോട്, പെരുന്നാട് എന്നിവ ഉൾപ്പെടുന്ന കിഴക്കൻ മലയോര മേഖലകളിൽ രാത്രികാല അടിയന്തര വെറ്ററിനറി സേവനം സന്നദ്ധമായി നടത്തിയിരുന്നു. അന്നത്തെ സാഹചര്യത്തിൽ രാത്രികാല അടിയന്തര സേവനം ലഭ്യമാക്കിയിരുന്ന അപൂർവം വെറ്ററിനറി ഡോക്ടർമാരിൽ ഒരാളാണ് ഇദ്ദേഹം. വന്യമൃഗങ്ങളുടെ സാന്നിധ്യവും യാത്രാ ദുരിതങ്ങളും അവഗണിച്ച് രാത്രികാലങ്ങളിലും കർഷകരുടെ വീടുകളിലെത്തി ചികിത്സ നൽകി വന്നിരുന്നു. അനേകം മൃഗങ്ങളുടെ ജീവൻ രക്ഷിക്കുന്നതിനും കർഷകരുടെ ഉപജീവനം സംരക്ഷിക്കുന്നതിനും ഈ സേവനങ്ങൾ സഹായമായി. ശബരിമല സന്നിധാനത്തെയും നിലയ്ക്കലിലെയും ഫാമുകളിൽ ചികിത്സാ സേവനങ്ങൾ നിർവഹിക്കാനുള്ള അവസരം ലഭിച്ചിട്ടുണ്ട്. വിവിധ വന്യമൃഗങ്ങൾക്ക് ചികിത്സ നൽകുകയും നിരവധി ആനകളുടെ പോസ്റ്റ്മോർട്ടം പരിശോധനകൾ നടത്തുകയും ചെയ്തിട്ടുണ്ട്. തിരുവനന്തപുരം ജില്ലയിൽ ആദ്യമായി പക്ഷിപ്പനി റിപ്പോർട്ട് ചെയ്ത വെറ്ററിനറി സർജൻ എന്ന നിലയിൽ രോഗനിർണയം, സാമ്പിൾ ശേഖരണം, രോഗനിയന്ത്രണം, പ്രതിരോധ പ്രവർത്തനങ്ങൾ എന്നിവ ഏകോപിപ്പിക്കുന്നതിൽ നിർണായക പങ്ക് വഹിച്ചു. വെറ്ററിനറി ചികിത്സ കൂടുതൽ ഫലപ്രദമാക്കുന്നതിനും മൃഗങ്ങളുടെ കഷ്ടപ്പാടുകൾ കുറയ്ക്കുന്നതിനുമായി 3 ഉപകരണങ്ങൾ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഈ ഉപകരണങ്ങൾ ചികിത്സാ പ്രവർത്തനങ്ങൾ എളുപ്പമാക്കുകയും കർഷകരുടെ സമയവും സാമ്പത്തിക ചെലവും ലാഭിക്കുകയും ചെയ്യുന്നു. ഇതിൽ ഒരു ഉപകരണത്തിന് പേറ്റന്റ് അഥവാ ലൈസൻസ് ലഭിക്കുന്നതിനുള്ള നടപടികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. വന്യജീവി വകുപ്പിൻ്റെ ആനകളെ ഡാർട്ട് ചെയ്യുന്നതിനുള്ള ലൈസൻസ് ലഭിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 10 വർഷമായി തിരുവനന്തപുരം എലിഫന്റ് സ്ക്വാഡിൽ അധിക ചുമതലയായി പ്രവർത്തിച്ചു വരുന്നു.
വന്യജീവി സംരക്ഷണത്തിലും വന്യജീവി സംഘർഷം കൈകാര്യം ചെയ്യുന്നതിലും സജീവ പങ്കാളിത്തം വഹിക്കുന്നു. മെമ്മറി ട്രെയിനർ എന്ന നിലയിൽ മെമ്മറി സാങ്കേതിക വിദ്യകളും നിമോണിക് പരിശീലനങ്ങളും വികസിപ്പിക്കുകയും വിദ്യാർത്ഥികൾക്കായി സ്കൂളുകളിലും കോളേജുകളിലും നിരവധി ബോധവൽക്കരണ ക്ലാസുകൾ നടത്തുകയും ചെയ്തിട്ടുണ്ട്. മെമ്മറി ലോക റെക്കോർഡുകൾ ലക്ഷ്യമിട്ടുള്ള പരിശീലനങ്ങളിലും മത്സരങ്ങളിലും പങ്കെടുത്തിട്ടുണ്ട്. അഭിനേതാവ് കൂടിയാണ്. ലിക്ക എന്ന ചിത്രത്തിൽ അഭിനയിക്കാനുള്ള അവസരം ലഭിച്ചിട്ടുണ്ട്. കേരള വെറ്ററിനറി സർജൻസ് സർവീസ് അസോസിയേഷൻ പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി, ഇന്ത്യൻ വെറ്ററിനറി അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി, നിലവിൽ കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് ഫെഡറേഷൻ നെടുമങ്ങാട് താലൂക്ക് സെക്രട്ടറി എന്നീ നിലകളിൽ പ്രവർത്തിച്ചു വരുന്നു. വെറ്ററിനറി സർജൻ എന്ന നിലയിൽ കാഴ്ചവെച്ചിട്ടുള്ള പ്രവർത്തനങ്ങൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണം നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീ കെ ഷിബു, തിരുവനന്തപുരം നെയ്യാറ്റിങ്കര സ്വദേശി, രാഷ്ട്രീയ പ്രവർത്തകൻ. ഹൈസ്കൂൾ വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ SFI പ്രവർത്തകനായി. SFI തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി അംഗം, DYFI നെയ്യാറ്റിങ്കര ഏരിയ സെക്രട്ടറി, ജില്ലാ കമ്മിറ്റി അംഗം, CPIM ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി എന്നീ നിലകളിൽ പ്രവർത്തിച്ചു. നിലവിൽ CPIM ഏരിയ കമ്മിറ്റി അംഗം, ട്രേഡ് യൂണിയൻ പ്രവർത്തകൻ, മോട്ടോർ തൊഴിലാളി യൂണിയൻ ഏരിയ സെക്രട്ടറി എന്നീ നിലകളിൽ പ്രവർത്തിച്ചു വരുന്നു. 24-ാമത്തെ വയസ്സിൽ പെരുമ്പഴുതൂർ ഗ്രാമപഞ്ചായത്ത് അംഗമായി. 2000 മുതൽ തുടർച്ചയായി നെയ്യാറ്റിങ്കര നഗരസഭാ കൗൺസിലറാണ്. ഇപ്പോഴും കൗൺസിലറായി തുടരുന്നു. നഗരസഭയുടെ വൈസ് ചെയർമാൻ, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എന്നീ നിലകളിൽ പ്രവർത്തിച്ചു. നിലവിൽ വീണ്ടും നഗരസഭയുടെ വൈസ് ചെയർമാനായി പ്രവർത്തിച്ചു വരുന്നു. കൂടാതെ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ്, ഗ്രന്ഥശാല പ്രസിഡന്റ്, ഗവൺമെൻറ് HSS PTA പ്രസിഡന്റ്, SMC ചെയർമാൻ, ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് ഭാരവാഹി എന്നീ രംഗങ്ങളിൽ വിപുലമായ പ്രവർത്തനം നടത്തിവരുന്നു. പൊതുപ്രവർത്തന മേഖലയിലെ സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണം നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീ മുൻഷി അയ്യപ്പൻ, തിരുവനന്തപുരം കരമന സ്വദേശി. 4-ാം വയസ്സ് മുതൽ നാട്ടിൽ അരങ്ങേറിയ നിരവധി നാടകങ്ങളിൽ ബാലതാരമായി വേഷം ചെയ്തു. തുടർന്ന് തിരുവാതിരക്കളി അഭ്യസിച്ചു. 7-ാം തരത്തിൽ പഠിക്കുമ്പോൾ തന്നെ നാടകരചന ആരംഭിച്ചു. 19 നാടകങ്ങൾ രചിച്ചിട്ടുണ്ട്. എല്ലാ നാടകങ്ങളും മത്സരവേദികളിലും അമച്ചർ നാടകവേദികളിലും തിളങ്ങിയിട്ടുണ്ട്. 1970 മുതൽ നടന കലാനിധി ഡോക്ടർ ഗുരു ഗോപിനാഥിൻ്റെ ശിക്ഷണത്തിൽ നൃത്തം അഭ്യസിച്ചു. ഗുരുജി സംവിധാനം ചെയ്ത രാമായണം ബാലയിൽ വേഷം ചെയ്തു. 1998 മുതൽ 2021 വരെ ഏഷ്യാനെറ്റിലെ മുൻഷി എന്ന സ്ട്രിപ്പിൽ പ്രധാന വേഷം ചെയ്തു. തുടർന്ന് മുൻഷി അയ്യപ്പൻ എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങി. തിരുവനന്തപുരത്തെ വിവിധ കലാസമിതികൾക്കായി 20-ൽ പരം ബാലകൾ സംവിധാനം ചെയ്തിട്ടുണ്ട്. 20 ബാലകളിൽ വേഷം ചെയ്തു. ഒരു പ്രൊഫഷണൽ നാടകം ഉൾപ്പെടെ 300ഓളം നാടകങ്ങൾ സംവിധാനം ചെയ്തു. 500ഓളം നാടകങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട്. 3 സമിതികൾക്കായി നൃത്ത നാടക കഥാപ്രസംഗം എഴുതിയിട്ടുണ്ട്. 8 സിനിമകളിൽ വേഷം ചെയ്തു. 16 സീരിയലുകളിൽ വേഷം ചെയ്തു. 1976 മുതൽ ശ്രീ കാവാല നാരായണ പണിക്കരുടെ സോപാന നാടക കളരിയിൽ സംസ്കൃതം, ഹിന്ദി, മലയാളം എന്നീ ഭാഷകളിൽ അഭിനയിച്ചു. കേരളത്തിനകത്തും വിദേശത്തുമായി നിരവധി ഇൻ്റർനാഷണൽ ഫെസ്റ്റിവലിൽ നാടകം അഭിനയിച്ചിട്ടുണ്ട്. സോപാനത്തിൽ ഇപ്പോഴും തുടരുന്നു. ഇപ്പോൾ കുടുംബശ്രീ ശാരദ എന്ന സീരിയലിൽ ഒരു പ്രധാന വേഷം ചെയ്തു വരുന്നു. കലാമേഖലയിലെ സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണം നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീ രതീഷ് കുമാർ വി, തിരുവനന്തപുരം പേയാട് സ്വദേശി. ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ വർഷങ്ങളായി സജീവമായി പ്രവർത്തിക്കുന്നു. CPM പേയാട് ബ്രാഞ്ച് സെക്രട്ടറി, CITU പേയാട് മേഖലാ സെക്രട്ടറി, വിളപ്പിൽ CITU ഏരിയ കമ്മിറ്റി അംഗം, ഓട്ടോ ആൻഡ് ടാക്സി ലൈറ്റ് മോട്ടോർ വർക്കേഴ്സ് വിളപ്പിൽ ഏരിയ സെക്രട്ടറി, യൂണിയൻ ജില്ലാ കമ്മിറ്റി അംഗം, സംസ്ഥാന കൗൺസിൽ അംഗം, ഓൾ ഇന്ത്യ ട്രാൻസ്പോർട്ട് യൂണിയൻ CITU കൗൺസിൽ അങ്ങനെ ധാരാളം സ്ഥാനങ്ങൾ ഇദ്ദേഹം വഹിച്ചു വരുന്നുണ്ട്. ആരോഗ്യ പ്രശ്നം കാരണം 3 മാസമായി നിലവിലെ സ്ഥാനങ്ങളിൽ നിന്നും ലീവിലാണ്. എന്നാൽ അടുത്തിടെ പേയാട് കാവടിക്കടവ് ആറ്റിൽ പാങ്ങോട്ട് സൈനിക ക്യാമ്പിലെ 4 സൈനികർ ആറ്റിലെത്തുകയും അതിൽ ഒരാൾ കാൽ വഴുതി ഒഴുക്കിൽപ്പെടുകയും ബാക്കി 3 പേരും രക്ഷിക്കാൻ ശ്രമിക്കവേ ഒഴുക്കിൽപ്പെടുകയും ചെയ്തു. അതുവഴി വന്ന ശ്രീ രതീഷ് കുമാർ കണ്ടത് അബോധാവസ്ഥയിലായ ഒരു സൈനികനെ മറ്റൊരു സൈനികൻ ചേർത്ത് പിടിച്ച് ആറ്റിൻ്റെ മധ്യഭാഗത്ത് അനങ്ങാൻ പറ്റാത്ത വിധം കനത്ത ഒഴുക്കിൽപ്പെട്ട് നിൽക്കുന്നതും മറ്റു സൈനികൻ ആറ്റിലേക്ക് ചരിഞ്ഞു കിടന്ന മുളയിൽ പിടിച്ച് കിടക്കുന്നതുമാണ്. കയറുമായി ആറ്റിലേക്ക് ധൈര്യസമേതം ഇറങ്ങുകയും അതിസാഹസ്യമായി ആദ്യ 2 പേരെ രക്ഷിക്കുകയും തുടർന്ന് മുളയിൽ പിടിച്ചിരുന്ന മറ്റൊരു സൈനികനെ രക്ഷിക്കുകയും ചെയ്തു. എന്നാൽ നിർഭാഗ്യവശാൽ കോഴിക്കോട് സ്വദേശിയായ സുജിത്ത് എന്ന സൈനികനെ കണ്ടെത്താൻ സാധിച്ചില്ല. 3 പേരെയും രക്ഷിച്ച് കരയിൽ എത്തിച്ചതിന് ശേഷമാണ് ഫയർഫോഴ്സ് അവിടെ എത്തുന്നത്. 21 പേർ മരണപ്പെട്ട കുത്തൊഴുക്കിൽ ഇറങ്ങേണ്ടി വരുന്നത് ഇതാദ്യമായിട്ടല്ല. ആലപ്പുഴ സ്വദേശികളായ അച്ഛനും 14 വയസ്സുള്ള മകനും ഒഴുക്കിൽ ഒറ്റപ്പെട്ട് നിന്നപ്പോൾ മേൽപ്പറഞ്ഞ രീതിയിൽ ജീവൻ പണയം വെച്ച് അവരെ കരയിൽ എത്തിച്ചിരുന്നു. 1 വർഷത്തിനിടയിൽ 9 പേരുടെ ജീവനാണ് കരയ്ക്കെത്തിച്ചത്. കൂടാതെ വിളപ്പിൽ പഞ്ചായത്തിലെ നിർധനരായ കിടപ്പ് രോഗികൾക്ക് വീൽചെയർ, വോക്കർ, വാട്ടർ ബെഡ്, നെബുലൈസർ എന്നിവ ഇപ്പോഴും എത്തിച്ചു കൊടുക്കുന്നുണ്ട്. കോവിഡ് ആദ്യ തരംഗം മുതൽ ഓട്ടോ ഡ്രൈവറായ സന്നദ്ധ പ്രവർത്തകനാണ്. കോവിഡ് നിരീക്ഷണ കേന്ദ്രമായിരുന്ന EMS അക്കാഡമി, CET കോളേജ്, തിനവിള എന്നീ കോവിഡ് നിരീക്ഷണ സെൻ്ററുകളിൽ 7 മാസത്തോളം
സ്വന്തം വീട് വരെ ഉപേക്ഷിച്ച് വോളണ്ടിയറായി പ്രവർത്തിച്ചിരുന്നു. കമ്മ്യൂണിറ്റി കിച്ചണിലും സർക്കാർ വിതരണം ചെയ്ത സൗജന്യ ഭക്ഷ്യക്കിറ്റുകൾ നിറയ്ക്കുവാനും ഉപഭോക്താക്കളുടെ കയ്യിൽ അവ എത്തിക്കുവാനും മാസങ്ങളോളം പ്രവർത്തിച്ചു. നിർദ്ധനരായ കോവിഡ് പോസിറ്റീവായ രോഗികൾക്ക് ആ കാലയളവിൽ ഓട്ടോയിൽ സൗജന്യമായിട്ടായിരുന്നു യാത്ര നൽകിയിരുന്നത്. നിരവധി കോവിഡ് പോസിറ്റീവായ മൃതശരീരങ്ങൾ സംസ്കരിക്കാനും പോകേണ്ടതായി വന്നിട്ടുണ്ട്. കോവിഡ് സന്നദ്ധ പ്രവർത്തകനായിരിക്കെ ഓട്ടോ കൂലിയിൽ മിച്ചം പിടിച്ച 6550 രൂപ മുഖ്യമന്ത്രിയുടെ വാക്സിൻ ചലഞ്ചിലേക്കും കൈമാറിയിട്ടുണ്ട്. പഞ്ചായത്തിലെ വിവിധ സാമൂഹ്യക്ഷേമ കാരുണ്യ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് അസോസിയേഷനുകളുടെയും വിവിധ സംഘടനകളുടെയും ആദരവുകൾ ഏറ്റുവാങ്ങിയിട്ടുണ്ട്. ജീവകാരുണ്യ മേഖലയിലെ പ്രവർത്തനങ്ങൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണം നൽകാതിരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീ കാർത്തികൻ മാവേലിക്കര ചന്ദ്രദാസ്, ആലപ്പുഴ ചെങ്ങന്നൂർ സ്വദേശി, 18-ാം വയസ്സിൽ സന്തോഷ് ആർട്സ് ക്ലബിൻ്റെ സെക്രട്ടറി സ്ഥാനം വഹിച്ചിരുന്ന സമയത്താണ് കഥാപ്രസംഗം ആദ്യമായി അവതരിപ്പിച്ചത്. ചെറുപ്പം മുതൽ നന്നായി പാടുമായിരുന്നു. അന്ന് പല ഗാനമേളകളിലും പാടിയിട്ടുണ്ട്. 1998-ൽ കേന്ദ്ര സർക്കാരിന് വേണ്ടി ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിൽ ബാംഗ്ലൂരിൽ പ്രവർത്തിക്കുന്ന സോങ് ആൻഡ് ഡ്രാമ ഡിവിഷന് വേണ്ടി എയ്ഡ്സ് ബോധവൽക്കരണ കഥാപ്രസംഗ പരിപാടി ആദ്യമായി കേരളത്തിലെ എല്ലാ ജില്ലകളിലും നടത്തി. തുടർന്ന് ആകാശവാണിയിലൂടെ കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട കഥാപ്രസംഗം അവതരിപ്പിച്ചു. ഇപ്പോഴും ആകാശവാണിയിൽ കഥാപ്രസംഗം അവതരിപ്പിക്കുന്നു. കേരളത്തിലെ പല പ്രമുഖ ഹയർ സെക്കൻഡറി സ്കൂളുകളിലും 10ാം ക്ലാസ് മുതൽ +2 വരെയുള്ള അനേകം കുട്ടികളെ കഥാപ്രസംഗം പഠിപ്പിച്ചിട്ടുണ്ട്. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ 1ാം സ്ഥാനവും A ഗ്രേഡും നേടുവാൻ കുട്ടികൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോഴും സ്കൂളുകളിൽ പൊതുസമൂഹത്തിലുള്ളവരെയും പഠിപ്പിക്കുന്നു. 3 ദേശീയ അവാർഡുകളും 1 ദക്ഷിണേന്ത്യൻ അവാർഡും ലഭിച്ചിട്ടുണ്ട്. 2012-ൽ അംബേദ്കർ നാഷണൽ അവാർഡ്, 2013-ൽ ഭഗവാൻ ശ്രീ ബുദ്ധ നാഷണൽ അവാർഡ്, 2015-ൽ കന്യാകുമാരി വിവേകാനന്ദ കേന്ദ്രത്തിൽ നിന്നും അയ്യങ്കാളി അവാർഡ്, 2017-ൽ ഫൂലെ നാഷണൽ അവാർഡ് എന്നിവ ലഭിച്ചു. അവാർഡ് സർട്ടിഫിക്കറ്റുകൾ ആകാശവാണിയുടെ സർട്ടിഫിക്കറ്റ്, കേരള ഗവൺമെൻറ് സർട്ടിഫിക്കറ്റ് എന്നിവയും കരസ്ഥമാക്കിയിട്ടുണ്ട്. യുവതലമുറയുടെ മയക്കുമരുന്ന് ആസക്തിക്കെതിരെ ഇന്നത്തെ തലമുറയ്ക്കും വരും തലമുറയ്ക്കും നല്ലൊരു സന്ദേശം കൊടുത്തുകൊണ്ടുള്ള ബോധവൽക്കരണ കഥാപ്രസംഗം ഇപ്പോൾ അവതരിപ്പിക്കുന്നു. കേരള ഗവൺമെൻറ്റിൻ്റെ തൂഫാൻ പരിപാടികൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഈ പരിപാടി അവതരിപ്പിക്കുന്നത്. 500-ൽ പരം പൊതുവേദികളിൽ ഉത്സവ പരിപാടികൾ ഉൾപ്പെടെ കഥാപ്രസംഗം അവതരിപ്പിച്ചിട്ടുണ്ട്. 80-ൽ പരം ശിഷ്യർ കഥാപ്രസംഗ രംഗത്ത് പ്രവർത്തിക്കുന്നുണ്ട്. സ്വന്തമായി കഥയും ഗാനങ്ങളും രചിച്ച് സംഗീതം ചെയ്ത് അവതരിപ്പിക്കുന്നു എന്നൊരു പ്രത്യേകതയും ഉണ്ട്. ഇപ്പോഴും പരിപാടികൾ അവതരിപ്പിക്കുന്നു. പുതിയ കഥ യുവപ്രവാചകൻ ശ്രീനാരായണ ഗുരുവിൻ്റെ സമ്പൂർണ്ണ ജീവചരിത്രമാണത്. ഭാരതീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആലപ്പുഴ ജില്ലാ സെക്രട്ടറിയെ പ്രവർത്തിക്കുന്നു. സാമൂഹ്യ പ്രവർത്തനവും രാഷ്ട്രീയ പ്രവർത്തനവും കൂടെയുണ്ട്. ഹാർമോണിയം, തബല, മൃദംഗം, ഗഞ്ചിറ, ജപ്സി, സിംബൽ, ഓടക്കുഴൽ, മുഖർശംഖ് തുടങ്ങിയ സംഗീതോപകരണങ്ങളും കൈകാര്യം ചെയ്യുന്നുണ്ട്. കലാരംഗത്തെ മികച്ച സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണം നൽകാതിരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീ ബിനോയ് കുഞ്ഞുമോൻ, കൊല്ലം പത്തനാപുരം സ്വദേശി, കഴിഞ്ഞ 25 വർഷത്തിലധികമായി വിവിധ ടെലിവിഷൻ ചാനലുകളിൽ പ്രവർത്തിച്ചു വരികയാണ്. മുഖ്യധാരാ മാധ്യമങ്ങളിൽ കുറ്റാന്വേഷണ പരിപാടികളാണ് കൂടുതലും അവതരിപ്പിക്കുന്നത്. ഈ പ്രോഗ്രാമുകൾക്ക് സമൂഹത്തിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്. എങ്ങനെ ഒരാൾക്ക് കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടാതിരിക്കാൻ സാധിക്കുമെന്ന സന്ദേശമാണ് ഈ പ്രോഗ്രാമുകൾ വഴി കൊടുക്കുന്നത്. സീക്രട്ട് ഫയൽ, പോലീസ് ഫയൽ പോലെയുള്ള പ്രോഗ്രാമുകൾ ഹിറ്റായി മാറിയിട്ടുണ്ട്. വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച 1000-ൽ അധികം വ്യക്തികളെ അഭിമുഖം ചെയ്യാനുള്ള അവസരവും ലഭിച്ചിട്ടുണ്ട്. സിനിമ, രാഷ്ട്രീയ, സാമൂഹ്യ മേഖലയിൽ നിന്നുള്ളവരാണ് ഏറെയും. ഹരിത കേരളം എന്ന പേരുള്ള മികച്ച കാർഷിക പ്രോഗ്രാമുള്ള സംസ്ഥാന അവാർഡ് ലഭിക്കുകയുണ്ടായി. ഇപ്പോൾ ശ്രദ്ധ നേടിയിരിക്കുന്നത് സമൂഹത്തിലെ അന്ധവിശ്വാസങ്ങൾക്കെതിരെ പോരാടുന്ന വ്യക്തി എന്ന നിലയിലാണ്. ഇന്ത്യയിൽ ഉടനീളം നിലനിൽക്കുന്ന അന്ധവിശ്വാസങ്ങൾ സമൂഹ മധ്യത്തിൽ എത്തിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കുക എന്ന ലക്ഷ്യത്തോടാണ് ദൈവത്വത്തിൻ്റെ പേരിൽ മനുഷ്യനെ തന്നെ ചൂഷണം ചെയ്യുന്ന കാര്യങ്ങൾ മാസ്റ്റർ ബ്രെയിൻ 2.0 എന്ന സോഷ്യൽ മീഡിയ മാധ്യമം വഴി പുറത്തു കൊണ്ടുവരുന്നത്. നിരവധി കുടുംബങ്ങളെ അഥവാ വ്യക്തികളെ ഇത്തരം പല അനാചാരങ്ങളിൽ നിന്നും ചൂഷണങ്ങളിൽ നിന്നും മോചിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ആത്മഹത്യയുടെ വക്കിൽ എത്തിയവരെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ കഴിഞ്ഞു. 500-ന് മുകളിൽ അന്ധവിശ്വാസങ്ങളെ അടിസ്ഥാനമാക്കിയ 500-ന് മുകളിൽ പ്രോഗ്രാമുകളാണ് ഇതുവരെ ചെയ്തിട്ടുള്ളത്. കേരള സ്റ്റേറ്റ് അവാർഡ്, കേരള ഫിലിം ഓഡിയൻസ് കൗൺസിൽ അവാർഡ്, നാഷണൽ ചൈൽഡ് ഡെവലപ്മെൻറ്റ് കൗൺസിൽ അവാർഡ് തുടങ്ങി ഒട്ടേറെ സന്നദ്ധ സംഘങ്ങളുടെ അവാർഡുകൾ ലഭിക്കുകയുണ്ടായി. ദൃശ്യമാധ്യമ മേഖലയിലെ മികച്ച സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണം നൽകാതിരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീ ബിനു കൂട്ടിക്കട, കൊല്ലം കൂട്ടിക്കട സ്വദേശി, സംവിധായകൻ. ഈ വർഷം ഓഗസ്റ്റ് മാസം ഓണം ചിത്രമായി റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്ന ഫേസ് ഓഫ് എന്ന സിനിമയുടെ കഥ, തിരക്കഥ, സംഭാഷണം, സംവിധാനം എന്നിവ നിർവഹിച്ചു. 2025-ൽ പുറത്തിറങ്ങിയ അമോസ് അലക്സാണ്ടർ സിനിമയിൽ പ്രവർത്തിച്ചു. കുട്ടൻ്റെ ഷിനിഗാമി എന്ന സിനിമയിൽ സഹസംവിധായകൻ, നടൻ എന്നീ മേഖലകളിൽ പ്രവർത്തിച്ചു. ആട്ടം ചീഫ് അസോസിയേറ്റ് ഡയറക്ടറായി പ്രവർത്തിച്ചു. ആട്ടം എന്ന ടെലിഫിലിമിൽ
ഫാമിലികളിൽ നിരന്തരം സംഭവിക്കുന്ന നിസ്സാര കാര്യങ്ങളെ വലിയ വിഷയമാക്കി മാറ്റിയാൽ ഉണ്ടാകുന്ന ഭവിഷ്യത്തുകൾ സിനിമ പ്രതിപാദിച്ചു. ടോസ് ആൻഡ് ലോസ് ഷോർട്ട് ഫിലിമിൻ്റെ ഡയറക്ടറായി പ്രവർത്തിച്ചിട്ടുണ്ട്. ആധുനിക ലോകത്തെ നന്മതിന്മയെ പ്രതിപാദിക്കുന്ന ഹ്രസ്വ സിനിമ നിരൂപക പ്രശംസ പിടിച്ചു പറ്റിയതാണ്. നെപ്പോളിയൻ ഹ്രസ്വ സിനിമ 2013 തിരക്കഥ രചിച്ച് സംവിധാനം ചെയ്തു. ഭരതൻ മെമ്മോറിയൽ ഇൻ്റർനാഷണൽ ഷോർട്ട് ഫിലിം ഫെസ്റ്റിവൽ മികച്ച സംവിധാനമുള്ള പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. ചലച്ചിത്ര മേഖലയിലെ സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണം നൽകാതിരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീ സബീഷ് ജോർജ്, പാലാരിവട്ടം സ്വദേശി, നിരവധി മലയാളം തമിഴ് സിനിമകളുടെ സംഗീത സംവിധായകനും ഗാനരചയിതാവുമാണ്. മലയാളികളുടെ മനം കവർന്ന ഓണപ്പാട്ടിൻ താളം തുള്ളും തുമ്പപ്പൂവേ എന്ന അതിമനോഹര ഗാനത്തിൻ്റെ ശില്പിയാണ്. സംഗീത സംവിധാനത്തിലൂടെ സിനിമാ ലോകത്തിലെയും സംഗീത മേഖലയിലെയും നിരവധി പ്രഗത്ഭരുമായി ചേർന്ന് ധാരാളം ഗാനമേഖലകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. ചില ഗാനങ്ങളുടെ സൃഷ്ടി അസാധാരണമായ റിസ്റ്റിക് പൈതൃകത്തെ പ്രതിഫലിപ്പിക്കുന്നു. ധാരാളം ഗാനങ്ങളാണ് ഇദ്ദേഹത്തിൻ്റെ പേരിൽ ചലച്ചിത്ര രംഗത്ത് നിലവിലുള്ളത്. സംഗീത മേഖലയിലെ സംഭാവനകൾ കണക്കിലെടുത്താണ് ഇദ്ദേഹത്തെ ഭാരത് സേവക് ഓണം നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. ഡോക്ടർ ഗണേഷ് ബാബു, വർക്കല സ്വദേശി, കേരള സർക്കാരിൻ്റെ ISM വകുപ്പിൽ വിവിധ തസ്തികകളിൽ 30 വർഷത്തോളം ജോലി ചെയ്യുകയും ചീഫ് മെഡിക്കൽ ഓഫീസറായി വിരമിക്കുകയും ചെയ്തു. ഔദ്യോഗിക ജോലിക്ക് പുറമെ 2003 മുതൽ ഇദ്ദേഹം വർക്കല റോട്ടറി ക്ലബ്ബിലെ ഒരു സജീവ അംഗമാണ്. ക്ലബ്ബിൽ പ്രസിഡന്റായും സെക്രട്ടറിയായും പ്രവർത്തിച്ചിട്ടുണ്ട്. ഈ പദവികളിലൂടെ ക്ലബിൻ്റെ സാമൂഹ്യ സേവന പ്രവർത്തനങ്ങളിൽ വലിയ പങ്ക് വഹിച്ചു. പാവപ്പെട്ടവർക്കും സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്നവർക്കും ചികിത്സ എത്തിക്കുന്നതിനായി നിരവധി മെഡിക്കൽ ക്യാമ്പുകളിൽ സജീവമായി പങ്കാളിത്തം വഹിച്ചിട്ടുണ്ട്. വർക്കല ശിവഗിരിയിൽ നടത്തിവരുന്ന നിരവധി മെഡിക്കൽ ക്യാമ്പുകളിലും ഒട്ടനേകം ചികിത്സ കിട്ടാൻ ബുദ്ധിമുട്ടവർക്ക് വൈദ്യസഹായവും ആരോഗ്യ അറിവുകളും എത്തിക്കുവാൻ ഇദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ആരോഗ്യ സേവന മേഖലയിലെ സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണം നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീ M ചന്ദ്രപ്രകാശ്, കാസർഗോഡ് മൂളിയാർ സ്വദേശി, കുട്ടികളുടെ മാസികയായ പൂമ്പാറ്റയുടെ എഡിറ്ററായിരുന്നു. മിഡിൽ ഈസ്റ്റിലെ റാസൽ ഖൈമ ഇന്ത്യൻ ഹയർ സെക്കൻഡറി സ്കൂളിൽ 10 വർഷം അധ്യാപകൻ. റാസൽ ഖൈമ മലയാളം റേഡിയോയിൽ വാർത്താ അവതാരകനും പരിപാടികളുടെ പ്രൊഡ്യൂസറും ആയിരുന്നു. കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എഡിറ്റർ, കേരള സർക്കാരിൻ്റെ മലയാളം മിഷനിൽ ഫാക്കൽറ്റി, പൂക്കാലം വെബ് മാസികയുടെ എഡിറ്റർ എന്നീ നിലകളിൽ പ്രവർത്തിച്ചു. സർക്കാർ നിയന്ത്രണത്തിലുള്ള വിക്ടേഴ്സ് ചാനലിൽ സീനിയർ പ്രൊഡ്യൂസറാണ്. സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രസിദ്ധീകരണമായ തളിര് മാസികയിലും പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ കീഴിലുള്ള വിദ്യാരംഗം മാസികയിലും പത്രാധിപ സമിതിയിൽ അംഗമായിരുന്നു. കേരള ചലച്ചിത്ര അക്കാദമിയിലും സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിലും ഭരണസമിതി അംഗമായി പ്രവർത്തിച്ചു. നോവൽ, കഥ, കവിത, വൈജ്ഞാനിക സാഹിത്യം, വിവർത്തനം, ബാലസാഹിത്യം തുടങ്ങിയ മേഖലകളിൽ 37 പരം പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. സംസ്ഥാന പബ്ലിക് റിലേഷൻസ് വകുപ്പിൻ്റെ കീഴിലുള്ള ഫിലിം നിർമ്മാണ പാനലിലും വിദ്യാഭ്യാസ വകുപ്പിൻ്റെ കീഴിലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷൻ ടെക്നോളജിയുടെ പ്രൊഡക്ഷൻ പാനലിലും അംഗമായിരുന്നു. 30 പരം ഡോക്യുമെൻ്ററിയും 5ഓളം ലഘുചിത്രങ്ങളും എഴുതി സംവിധാനം ചെയ്തു. ഡോക്ടർ K അയ്യപ്പ പണിക്കർ, മാധവിക്കുട്ടി, OV വിജയൻ തുടങ്ങിയവരെക്കുറിച്ചുള്ള ഡോക്യുമെൻ്ററിക്ക് ദേശീയ സംസ്ഥാന അംഗീകാരം ലഭിച്ചിട്ടുണ്ട്. സത്യജിത്രയുടെ ഫെലൂദ കഥകളുടെ വിവർത്തനത്തിന് കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ MB കുമാരൻ അവാർഡും കേരള സാഹിത്യ അക്കാദമിയുടെ എൻഡോമെൻറ്റ് പുരസ്കാരവും സമഗ്ര സാഹിത്യ സംഭാവനയ്ക്ക് സുകുമാർ അഴീക്കോട് സ്മാരക പുരസ്കാരവും G അരവിന്ദനെക്കുറിച്ചുള്ള ജീവചരിത്ര കേന്ദ്രത്തിന് തിക്കുറിശി സ്മാരക പുരസ്കാരവും ലഭിച്ചു. 2025 കേരള സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പുനരാഖ്യാനത്തിനുള്ള അവാർഡും ലഭിച്ചിട്ടുണ്ട്. സാഹിത്യ മേഖലയിലെ സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണം നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീ അരുൺ നിട്ടൂരാൻ, വടകര നിട്ടൂർ സ്വദേശി, 17 വയസ്സ് മുതൽ ഭക്തിഗാന രചന നടത്തിവരുന്നു. ആദ്യ ആൽബം പ്രശാന്തം കോഴിക്കോട് ആകാശവാണിയിലും നിരവധി TV ചാനലുകളിലും പ്രക്ഷേപണം നടത്തിയുണ്ടായി. കടത്തനാടൻ ഐതിഹ്യത്തെക്കുറിച്ച് എഴുതിയ ഗാനം പത്രമാധ്യമങ്ങളിലും നവമാധ്യമങ്ങളിലും ഏറെ ശ്രദ്ധിക്കപ്പെട്ടു. പ്രതീക്ഷ എന്ന കവിത നവമാധ്യമങ്ങളിലൂടെ ശ്രദ്ധേയമായി. 2026 പുറത്തിറക്കിയ ഈ തണലിൽ എന്ന ലഹരി വിരുദ്ധ സന്ദേശം ഉയർത്തുന്ന സംഗീത ആൽബം ചെയ്തു. സൗദി അറേബ്യയിലെ കാവ്യാലാപനത്തിന് മലയാളി കൂട്ടായ്മയുടെ പ്രശസ്തി പത്രവും ക്യാഷ് അവാർഡും ലഭിക്കുകയുണ്ടായി. കുറ്റ്യാടി നിട്ടൂർ കോറോത്ത് ചാലിൽ പരദേവതാ ക്ഷേത്രം കമ്മിറ്റി ഭക്തിഗാന രചനയ്ക്ക് ആദരവ് നൽകി അനുമോദിച്ചു. നിരവധി വായനശാല, സാംസ്കാരിക വേദികളിൽ കവിതാലാപനവും പ്രഭാഷണവും നടത്തുന്നു. ശ്രീ മൂകാംബികാദേവി ഭക്തിഗാനം, വസൂരിമാല ഭഗവതി ഭക്തിഗാനം എന്നിവയും രചിച്ചു. പ്രണയാഞ്ജലി എന്ന ആൽബം ചെയ്തു. വടകര കടത്തനാട് കലാക്ഷേത്രം ട്രസ്റ്റിൻ്റെ ചെയർമാൻ. ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ, ലഹരി വിരുദ്ധ പ്രവർത്തനം, വായനശാല പ്രവർത്തനം തുടങ്ങി കലാ സാംസ്കാരിക മേഖലകളിൽ സജീവമായി നിലകൊള്ളുന്നു. സാംസ്കാരിക മേഖലയിൽ മികച്ച പ്രവർത്തനങ്ങൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണം നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം.
ശ്രീ പാലത്തറ കൃഷ്ണകുമാർ, കൊല്ലം തട്ടാമല സ്വദേശി. സ്കൂൾ പഠനകാലം മുതൽ കയ്യെഴുത്ത് മാസികയിലൂടെ ചെറുകഥകളും കൊച്ചു കൊച്ചു കവിതകളും എഴുതി നിരവധി ആനുകാലികങ്ങളിൽ 37 വർഷമായി രചനകൾ പ്രസിദ്ധീകരിക്കുന്നു. നൊമ്പരപ്പൂക്കൾ എന്ന നോവൽ ഒരു ആനുകാലികത്തിൽ ബാല്യകാലത്ത് പ്രസിദ്ധീകരിച്ചതോടെ ശ്രദ്ധേയനായി. തൂലികാമിത്ര മാസികയുടെ പത്രാധിപരായി പ്രവർത്തിച്ചിട്ടുണ്ട്. ശ്രീനാരായണ സ്റ്റഡി സർക്കിൾ, കേരള കാവ്യ തരംഗിണി, ഫ്രണ്ട്സ് തരംഗം, ചവറ എന്നീ സംഘടനകളുടെ സ്നേഹാദരങ്ങളും സർഗവേദി, ഗ്രാമമാസിക തുടങ്ങി ഒട്ടനവധി പുരസ്കാരങ്ങൾ കവിതയ്ക്ക് ലഭിക്കുകയും ചെയ്തു. ചെറുകഥകൾ ചേർത്ത് സാന്ത്വനം എന്ന കഥാസമാഹാരം പ്രസിദ്ധപ്പെടുത്തിയിട്ടുണ്ട്. നിലവിൽ ഫ്രണ്ട്സ് തരംഗം, ചവറ സാംസ്കാരിക കലാസാഹിത്യവേദി അംഗമായി പ്രവർത്തിക്കുന്നു. കൊല്ലത്ത് നടക്കുന്ന കവിയരങ്ങളിലും സാംസ്കാരിക സമ്മേളനങ്ങളും സജീവ സാന്നിധ്യമാണ്. പ്രകൃതിയെക്കുറിച്ചും പരിസ്ഥിതി സംരക്ഷണത്തിൻ്റെ ആവശ്യകതകളെക്കുറിച്ചും കവിതകളിലൂടെ ബോധവൽക്കരണം നടത്തുന്നു. ഒഴിവുവേളയിൽ കൃഷിയിലൂടെ വിഷമില്ലാത്ത കാർഷിക വിഭവങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നതിൽ ശ്രദ്ധ ചെലുത്തുന്നു. സാഹിത്യമേഖലയിലെ സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണം നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീ അരുൺകുമാർ ആർ, കോട്ടയം കൂരോപ്പട സ്വദേശി, പത്രപ്രവർത്തകൻ, സാഹിത്യകാരൻ, രാഷ്ട്രീയ പ്രവർത്തകൻ. ദീപിക പത്രത്തിൽ സബ് എഡിറ്ററായി പ്രവർത്തിച്ചു. ഭീഷണം പത്രത്തിൽ ലേഖനങ്ങൾ പ്രസിദ്ധീകരിക്കാറുണ്ട്. ബെസലിയസ് കോളേജ്, യൂണിവേഴ്സിറ്റി യൂണിയൻ കൗൺസിലർ, ഭാരതീയ വിദ്യാഭവൻ മാഗസിൻ എഡിറ്റർ, മാതൃഭൂമി സ്റ്റഡി സർക്കിൾ ജില്ലാ ഓർഗനൈസർ, DIC KSU സംസ്ഥാന ജനറൽ സെക്രട്ടറി എന്നീ നിലകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. രാഷ്ട്രീയത്തിൻ്റെയും മനുഷ്യാവബോധത്തിൻ്റെ ആഴങ്ങളെക്കുറിച്ചുള്ള ബുക്കായ ബോധത്തിൻ്റെ ബഹുസ്വരത എന്ന പേരിൽ പുസ്തകം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. കലാനിധി സെൻറ്റർ ഫോർ ഇന്ത്യൻ ആർട്സ് ആൻഡ് കൾച്ചറൽ ഹെറിറ്റേജ് ഏർപ്പെടുത്തിയ വൈലോപ്പള്ളി ശ്രേഷ്ഠ സാഹിത്യ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. 18 വർഷം ഇൻഷുറൻസ് മേഖലയിൽ സീനിയർ മാനേജർ ആയിരുന്നു. ഇപ്പോൾ ബാംഗ്ലൂർ ആസ്ഥാനമായ എക്സ്ടാക് മാനുഫാക്ചറിംഗ് LLPയുടെ ബിസിനസ് എൻ്റർപ്രണറാണ്. സാഹിത്യമേഖലയിലെ സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണം നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീ രാജ്കുമാർ കുടപ്പനക്കുന്ന്, തിരുവനന്തപുരം വള്ളക്കടവ് സ്വദേശി. ധാരാളം മാധ്യമങ്ങളിലും സർവീസ് സാഹിത്യ സംഘം എന്നിവയിലും കവിതകളും ലേഖനങ്ങളും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. കിനാവിൻ്റെ മുകിൽ ചാർത്ത് എന്ന കവിതാ സമാഹാരം പ്രസിദ്ധീകരിച്ചു. 1983 മുതൽ 86 വരെ പാളയം വിവേകാനന്ദ കോളനിയിൽ വയോജന വിദ്യാഭ്യാസ സെൻറ്റർ നടത്തി. 1987 ഗ്രന്ഥശാല സംഘം മേധാവിയും സാക്ഷരതാ പ്രചാരകനുമായ P. പണിക്കർ സാറിൻ്റെ നിർദ്ദേശപ്രകാരം കുടപ്പനക്കുന്ന് VP തമ്പി സ്മാരക ഗ്രന്ഥശാലയിൽ കാൻഫഡ് സെൻറ്റർ തുടർന്ന് കേരളത്തിൽ സാക്ഷരത സമ്പൂർണ്ണ സംസ്ഥാനമാക്കാൻ ഗവൺമെൻറ് നടപ്പിലാക്കിയ യജ്ഞത്തിൽ തിരുവനന്തപുരം ജില്ലയിലെ വിവിധ കേന്ദ്രങ്ങളിൽ റിസോഴ്സ് പേഴ്സണായി പ്രവർത്തിച്ചു. തമ്പാനൂർ വിക്ടോറിയ കോളേജ് ഉൾപ്പെടെ ട്യൂട്ടോറിയൽ കോളേജുകളിൽ 10 വർഷത്തോളം പഠിപ്പിച്ചു. തുടർന്ന് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലിയിൽ കയറി. ജസ്റ്റിസ് D. ശ്രീദേവി പുരസ്കാരം, സുഗതകുമാരി പുരസ്കാരം, വഴയില ശ്രീ ഭദ്രകാളിപുരം ദേവി പുരസ്കാരം, തമ്പുരാൻ പുരസ്കാരം, ഫ്രീഡം 50 പുരസ്കാരം, അങ്ങനെ ധാരാളം പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. കലാ, സാംസ്കാരിക, സാമൂഹ്യ, രാഷ്ട്രീയ സംഘടനകൾ സജീവമായി പ്രവർത്തിക്കുന്നു. പുരോഗമന കലാസാഹിത്യ സംഘം, ആറ്റുകാൽ ദേവി സേവാ സംഘം, ജനാധിപത്യ കലാ സാഹിത്യവേദി, കുശക്കോട് മഹാദേവ ക്ഷേത്രം, വഴയില ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രം, VP തമ്പി സ്മാരക ഗ്രന്ഥശാല എന്നിവിടങ്ങളിൽ നിന്ന് ധാരാളം അവാർഡുകൾ ലഭിച്ചിട്ടുണ്ട്, ആദരവുകൾ ലഭിച്ചിട്ടുണ്ട്. സാഹിത്യമേഖലയിലെ സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണം നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീ രാജേഷ് കീച്ചേരി, കണ്ണൂർ സ്വദേശി, സാമൂഹ്യ രംഗത്തും കലാസാഹിത്യ രംഗത്തും പ്രവർത്തിക്കുന്നു. 250-ൽ പരം കവിതകൾ എഴുതിയിട്ടുണ്ട്. ഇതിൽ പലതും പ്രധാന പ്രസാധകരുടെ പ്രസിദ്ധീകരണങ്ങൾ അച്ചടിച്ചു വന്നിട്ടുണ്ട്. വൈകെത്തിയ അലയടികൾ എന്ന പേരിൽ 40 കവിതകളുടെ ഒരു സമാഹാരം സ്വന്തമായി പ്രസിദ്ധീകരിച്ചു. 35 വർഷമായി സംഗീതോപകരണങ്ങളായ തബല, മൃദംഗം എന്നിവയിൽ ക്ലാസ് എടുക്കുകയും ഇന്ത്യക്കകത്തും വിദേശ രാജ്യങ്ങളിലും പ്രൊഫഷണൽ ആർട്ടിസ്റ്റായി ഒട്ടനവധി പ്രോഗ്രാമുകളിൽ പങ്കെടുക്കുകയും ചെയ്തു. സ്കൂൾ, കോളേജ്, കേരളോത്സവം തുടങ്ങി കലാമത്സര രംഗത്ത് വിവിധ കലാമത്സര രംഗത്ത് വിധികർത്താവായും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. സംസ്ഥാനതല കലാമത്സരങ്ങളിൽ കുട്ടികളെ പങ്കെടുപ്പിക്കാൻ പ്രാപ്തരാക്കിയിട്ടുണ്ട്. കൂടാതെ റേഡിയോ, ടെലിവിഷൻ ചാനലുകളിൽ വിവിധ പരിപാടികളുടെ ഭാഗമാകാൻ സാധിച്ചിട്ടുണ്ട്. സ്വന്തം കുലത്തൊഴിലായ ഇന്ന് അന്യം നിന്നുകൊണ്ടിരിക്കുന്ന കൊല്ലപ്പണിയിലൂടെ വിവിധ ആരാധനാലയങ്ങൾക്ക് വിളക്കുകളും ആയുധങ്ങളും മറ്റ് കലാശില്പങ്ങളും നിർമ്മിച്ച് സ്വന്തം നാടിൻ്റെ ആദരവിന് പാത്രമായിട്ടുണ്ട്. പ്രദേശത്തുള്ള വിവിധ സംഗീത ക്ലബ്ബുകളുമായി സംഘടനകളുമായി ചേർന്ന് സംഗീത ഉപകരണങ്ങൾ പരിചയപ്പെടുത്തുകയും പരിശീലനം നൽകുകയും അതോടൊപ്പം അഗതികൾക്കും പാവപ്പെട്ടവർക്കും ഭക്ഷണവും വസ്ത്രവും വിതരണം ചെയ്യുകയും സംഗീത വിരുന്നുകൾ നടത്തുകയും ചെയ്യുന്നു. സംഗീത മേഖലയിലെ സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണം നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീമതി സുധർമ്മ പ്രഭുകുമാർ, കോഴിക്കോട് വെള്ളിമാട് കുന്ന് സ്വദേശി. കലാരംഗത്ത് 48 വർഷക്കാലമായി സേവനമനുഷ്ഠിക്കുന്നു.
നൃത്തം, നാടകം, കഥാപ്രസംഗം, പ്രസംഗം, ഉപന്യാസരചന, കഥയെഴുത്ത്, പാട്ട്, കോറിയോഗ്രാഫി, തിരുവാതിര, ഡബ്ബിംഗ് എന്നീ മേഖലകളിൽ സജീവമാണ്. ഇപ്പോൾ നൃത്ത അധ്യാപികയായി ജോലി തുടരുന്നു. പഠിക്കുന്ന കാലം 18 വയസ്സുവരെ അഖില കേരള ബാലജന സഖ്യം മെമ്പറും എല്ലാ മത്സരങ്ങളിലും പങ്കെടുക്കുകയും വ്യക്തിഗത ചാമ്പ്യൻഷിപ്പ് നേടുകയും ചെയ്തിട്ടുണ്ട്. നാട്ടിലെ പൊതുപ്രവർത്തനങ്ങളിൽ ഇടപെട്ട് പ്രവർത്തിക്കുന്നു. പ്രവർത്തന ഫലമായി ഒരിടവഴി 8 അടി വീതിയുള്ള റോഡാക്കി മാറ്റി ഒരു അംഗൻവാടിയും കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്. 2010 ജയ്ഹിന്ദ് TV നടത്തിയ ഗോൾഡൻ ടാലൻ്റ് എന്ന നൃത്ത റിയാലിറ്റി ഷോയിൽ ഫൈനൽ കണ്ടസ്റ്റൻ്റ് ആവുകയും അതിൽ കൂടി രാജസേനൻ സംവിധാനം ചെയ്ത റേഡിയോ ജോക്കി, ഇന്നാണ് കല്യാണം, ഇന്ന് 1-ാം തീയതിയാണ്, മൈ ഫാൻ രാമു തുടങ്ങിയ 7 സിനിമകളിൽ ചെറിയ വേഷങ്ങൾ ചെയ്തു. കോഴിക്കോട്ടെ ഒട്ടുമിക്ക സംഘടനകളിലും അംഗമാണ്. ഓൾ കേരള നൃത്ത നാടക അസോസിയേഷൻ സംസ്ഥാന എക്സിക്യൂട്ടീവ് മെമ്പർ, ഓൾ കേരള ഡാൻസ് ടീച്ചേഴ്സ് അസോസിയേഷൻ എക്സിക്യൂട്ടീവ് മെമ്പർ, സ്കൂൾ കലോത്സവത്തിൽ സ്കൂൾ തലത്തിലും സബ് ജില്ലാ, സ്റ്റേറ്റ് ജഡ്ജായി പ്രവർത്തിച്ചിട്ടുണ്ട്. സാമ്പത്തിക ബുദ്ധിമുട്ടുള്ള കലാപരമായി കഴിവുള്ള കുട്ടികൾക്ക് മുന്നോട്ട് വരുവാൻ ഫീസ് വാങ്ങാതെ പഠിപ്പിക്കുകയും കലോത്സവങ്ങൾക്ക് വേദിയിലെത്തിക്കുകയും ചെയ്യുന്നു. 2010 അഖില കേരള പ്രൊഫഷണൽ നാടക മത്സരത്തിൽ മികച്ച നടിക്കുള്ള അവാർഡ് ലഭിച്ചു. സന്മാർഗദർശിനി വായനശാലയുടെ ഏറ്റവും നല്ല നൃത്ത അധ്യാപികയ്ക്കുള്ള അവാർഡ് ലഭിച്ചിട്ടുണ്ട്. വിവിധ നാടക ട്രൂപ്പുകളിൽ അഭിനയിച്ചിട്ടുണ്ട്. നിലവിൽ കുന്ദമംഗലം വെള്ളിമാട് കുന്നിൽ ശ്രുതി സ്കൂൾ ഓഫ് ഡാൻസ് എന്ന ഒരു നൃത്ത സ്ഥാപനം നടത്തിവരുന്നു. കലാമേഖലയിലെ സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണം നൽകിയാതിരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീമതി സ്മിത കൃഷ്ണാഞ്ജലി, മലപ്പുറം വണ്ടൂർ സ്വദേശി, കവയത്രി, ചെറുകഥാകൃത്ത്, അധ്യാപിക. 28 വർഷമായി ഗണിതശാസ്ത്ര അധ്യാപികയായി സേവനമനുഷ്ഠിക്കുന്നു. ഭക്തിഗാന രചനയിലൂടെ തുടങ്ങിയ കലാസബരിയെ ഇന്ന് എഴുത്തിൻ്റെ എല്ലാ മേഖലകളിലും സഞ്ചരിക്കുന്നു. 600 ഭക്തിഗാനങ്ങളും 250 കവിതകളും 20 ലേഖനങ്ങളും നിരവധി ചെറുകഥകളും ഇതിനോടകം എഴുതിയിട്ടുണ്ട്. കൃഷ്ണാഞ്ജലി എന്ന പേരിൽ ഭക്തിഗാന സമാഹാരവും ആദ്യ സുമങ്ങൾ എന്ന പേരിൽ കവിതാ സമാഹാരവും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. കോട്ടയം ആസ്ഥാനമായ ഭാഷാസ്നേഹികളുടെ കൂട്ടായ്മയായ അമ്മ മലയാളം പുറത്തിറക്കുന്ന അമ്മ മലയാളം മാസികയുടെ അസോസിയേറ്റ് എഡിറ്ററായും സേവനമനുഷ്ഠിക്കുന്നു. സാഹിത്യത്തോടൊപ്പം സംഗീത ഉപാസനയും മുന്നോട്ട് കൊണ്ടുപോകുന്നു. നിരവധി വേദികളിലായി സംഗീത സമർപ്പണം ചെയ്യുന്നു. ഏതാനും വേദികളിൽ പ്രോഗ്രാം അവതാരകയാവുകയും വാട്സാപ്പ് പ്രോഗ്രാമുകളിൽ വോയിസ് ഓവർ നൽകുകയും ചെയ്തിട്ടുണ്ട്. ഫിലമെൻ്റ് കലാസാഹിത്യവേദി സംസ്ഥാന കമ്മിറ്റി ഏർപ്പെടുത്തിയ 2024 പ്രതിഭാ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. മലയാളം കലാസാഹിത്യവേദി സംസ്ഥാന തലത്തിൽ നടത്തിയ കവിതാ രചനാ മത്സരത്തിലും പ്രണയഗാന രചനാ മത്സരത്തിലും സമ്മാനങ്ങൾ രചിച്ചിട്ടുണ്ട്. മലപ്പുറം ജില്ലയിലെ വണ്ടൂരിൽ സ്വരലയ എന്ന മ്യൂസിക് ഗ്രൂപ്പുമായി ചേർന്ന് സംഗീത പ്രോഗ്രാമുകൾ ചെയ്തു വരുന്നു. കേരള സഹകരണ യൂണിയൻ്റെ മലപ്പുറം ജില്ലാ കലോത്സവങ്ങളിൽ നിരവധി തവണ ലളിതഗാനം, സിനിമാ ഗാനം, മാപ്പിളപ്പാട്ട്, സംഘഗാനം തുടങ്ങിയ ഇനങ്ങളിൽ സമ്മാനങ്ങൾ നേടിയിട്ടുണ്ട്. മലയാളം കലാസാഹിത്യവേദിയുടെ സംസ്ഥാന ജോയിൻറ്റ് സെക്രട്ടറിയായി ഇപ്പോൾ പ്രവർത്തിച്ചു വരുന്നു. കലാസാഹിത്യ മേഖലയിലെ സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണം നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. SRK പിള്ളൈ, കൊല്ലം ചവറ സ്വദേശി, സ്റ്റീൽ പ്ലാന്റിൽ ടൈം കീപ്പറായി ജോലി ആരംഭിച്ച ശേഷം സ്റ്റോക്ക് ടേക്കറായി 1995 വിരമിച്ചു. 3 വർഷം കൂടുമ്പോഴുള്ള ട്രേഡ് യൂണിയൻ രംഗത്തെ തെരഞ്ഞെടുപ്പിൽ INTUC ഭാരവാഹിയായി 2 പ്രാവശ്യവും തുടർന്ന് ഐകകണ്ഠ്യമായി 7 പ്രാവശ്യവും തെരഞ്ഞെടുക്കപ്പെട്ടു. പ്ലാന്റിലെ INTUC ക്വാർട്ടേഴ്സ് അലോട്ട്മെൻറ്റ് കമ്മിറ്റി മെമ്പർ, അഡ്വൈസ് കമ്മിറ്റി മെമ്പർ, പ്രൊഡക്ഷൻ അഡ്വൈസറി കമ്മിറ്റി മെമ്പർ, സേഫ്റ്റി അഡ്വൈസറി കമ്മിറ്റി മെമ്പർ, വെൽഫെയർ അഡ്വൈസറി കമ്മിറ്റി മെമ്പർ എന്നീ നിലകളിൽ പ്രവർത്തിച്ചു. വിലായ് സ്റ്റീൽ പ്ലാന്റിലെ നല്ല വർക്കർക്കുള്ള നെഹ്റു അവാർഡും സർവീസ് കാലഘട്ടത്തിൽ ഒരു ലീവ് പോലും എടുക്കാതെയുള്ള ജോലിക്കാരൻ എന്നുള്ളതിന് പ്ലാൻ മാനേജ്മെൻറ്റ് നൽകുന്ന അവാർഡും കരസ്ഥമാക്കി. NSS ചവറ കളരി കരയോഗം പ്രസിഡന്റ്, NSS കരുനാഗപ്പള്ളി താലൂക്ക്, NSS ചങ്ങനാശ്ശേരി വാർഡ് പ്രതിനിധി, കളരി വാർഡ് കോൺഗ്രസ് പ്രസിഡന്റ്, DIC ചവറ മണ്ഡലം പ്രസിഡന്റ്, NCP ചവറ ബ്ലോക്ക് പ്രസിഡന്റ് എന്നീ ധാരാളം മേഖലകളിൽ അദ്ദേഹം പ്രവർത്തിച്ചു വരുന്നുണ്ട്. ക്ഷേത്ര സംരക്ഷണ സമിതി പ്രസിഡന്റായി കഴിഞ്ഞ 25 വർഷമായി പ്രവർത്തിക്കുന്നു. നിലവിൽ കരുനാഗപ്പള്ളി താലൂക്ക് ക്ഷേത്ര സംരക്ഷണ സമിതി പ്രസിഡന്റ്, പന്മന ആശ്രമം എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പർ, YMA ചവറ വൈസ് പ്രസിഡന്റ് എന്നീ നിലകളിൽ പ്രവർത്തിക്കുന്നു. വിവിധ സാംസ്കാരിക സംഘടനകൾ കൂടാതെ ഫ്രണ്ട്സ് തരംഗം ചവറ കലാസാഹിത്യ സാംസ്കാരിക സംഘടനയുടെ രക്ഷാധികാരിയായി പ്രവർത്തിച്ചു വരുന്നു. സ്വന്തം ഭൂമിയിൽ കാർഷികേതര വിഭവങ്ങളുടെ ഉൽപ്പാദനത്തിലും കേര സംരക്ഷണത്തിലും പ്രത്യേക ശ്രദ്ധ പതിപ്പിക്കുന്നു. നവതിയുടെ നിറവിലാണ് ജീവിതം. പത്നിയോടൊപ്പം പച്ചക്കറി കൃഷിയിലും ചെടികളുടെ പരിപാലനത്തിലും അതീവ താല്പര്യത്തോടെ ഇപ്പോഴും പങ്കെടുക്കുന്നു. സ്വന്തമായി ഉൽപ്പാദിക്കുന്ന പച്ചക്കറികളും പഴവർഗ്ഗങ്ങളുമാണ് ഭക്ഷണത്തിനായി ഉപയോഗിക്കുന്നത്. ഇപ്പോഴും സ്കൂട്ടറിൽ യാത്ര ചെയ്താണ് പച്ചക്കറിക്കുള്ള വിത്തുകളും വളവും ജൈവ കീടനാശിനികളും എല്ലാം ഇദ്ദേഹം വാങ്ങുന്നത്. സാംസ്കാരിക മേഖലയിൽ മികച്ച സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണം നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീ പപ്പൻ നരിപ്പറ്റ,
കോഴിക്കോട് വടകര സ്വദേശി. സ്കൂൾ വിദ്യാഭ്യാസ കാലത്ത് തന്നെ നാടകങ്ങളിൽ അഭിനയിച്ചു തുടങ്ങി. വിദ്യാഭ്യാസത്തിന് ശേഷം നാടക പ്രവർത്തനങ്ങളിൽ സജീവമായി. അമച്വർ നാടകങ്ങൾ എഴുതുകയും അഭിനയിക്കുകയും സംവിധാനം ചെയ്യുകയും ചെയ്തു. പിന്നീട് പ്രമുഖ സിനിമാ സംവിധായകരുടെ സഹസംവിധായകനായി 50-ലധികം സിനിമകളിൽ പ്രവർത്തിച്ചു. കോട്ടപ്പുറത്തെ കൂട്ടുകുടുംബം എന്ന സിനിമയിലൂടെ സ്വതന്ത്ര സംവിധായകനായി. തുടർന്ന് മലബാറിൽ നിന്നൊരു മണിമാരൻ, ജ്വലനം, കരിങ്കണ്ണൻ, വയസ്സെത്രയായി എന്നീ സിനിമകൾ സംവിധാനം ചെയ്തു. പ്രമുഖ മലയാളം TV ചാനലുകൾക്ക് വേണ്ടി ഗൗരി, ഭാഗ്യനക്ഷത്രം, വിയറ്റ്നാം വീട്, മാണിക്യക്കല്ല് എന്നീ പരമ്പരകളും സംവിധാനം ചെയ്തു. ഡോക്യുമെൻ്ററികളും സംവിധാനം ചെയ്തിട്ടുണ്ട്. വടകര പ്രവർത്തിക്കുന്ന ഫസ്റ്റ് ബെൽ നാടക കൂട്ടായ്മയുടെ ചെയർമാൻ, പരിസ്ഥിതി പ്രവർത്തകൻ, സാംസ്കാരിക മേഖലകളിലും സജീവ സാന്നിധ്യമാണ്. കലാമേഖലയിലെ സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണം നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീ KS രജു, കരുനാഗപ്പള്ളി. കൊല്ലം കരുനാഗപ്പള്ളി സ്വദേശി. ഒരു സാധാരണ നെയ്ത്ത് തൊഴിലാളി കുടുംബത്തിൽ ജനനം. 15 വയസ്സ് മുതൽ കവിതകൾ എഴുതുന്നു. ഒട്ടുമിക്ക എല്ലാ കവിതകളും ആനുകാലികങ്ങളിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. കുട്ടികൾക്ക് വേണ്ടിയുള്ള കവിതകളും എഴുതാറുണ്ട്. കഥകളും എഴുതുന്നു. കവിയരങ്ങളിലും പങ്കെടുക്കുന്നുണ്ട്. ഏകദേശം 400-ലധികം വേദികൾ ഇതിനകം കവിത അവതരിപ്പിച്ചിട്ടുണ്ട്. സാഹിത്യ സാംസ്കാരിക പ്രവർത്തനങ്ങളോടൊപ്പം രാഷ്ട്രീയ പ്രവർത്തനങ്ങളും സജീവമാണ്. കൂടാതെ സമാന്തര വിദ്യാഭ്യാസ രംഗത്ത് 38 വർഷക്കാലമായി പ്രവർത്തിക്കുന്നു. കൊല്ലം ജില്ലയിൽ തന്നെ ഏറ്റവും മികച്ച വിദ്യാഭ്യാസ സ്ഥാപനം നടത്തിവരുന്നു. നിർദ്ധനരായ ധാരാളം കുട്ടികൾക്ക് സൗജന്യ ട്യൂഷൻ നൽകി അവരെ മുഖ്യധാരയിലേക്ക് കൈപിടിച്ചുയർത്താൻ ശ്രമിക്കുന്നുണ്ട്. ചാരിറ്റി പ്രവർത്തനങ്ങളും പ്രവർത്തിക്കുന്നുണ്ട്. വിദ്യാഭ്യാസ രംഗത്തും 38 വർഷക്കാലമായാണ് പ്രവർത്തിക്കുന്നത്. കൊല്ലം ജില്ലയിൽ തന്നെ ഏറ്റവും മികച്ച വിദ്യാഭ്യാസ സ്ഥാപനം ന്യൂ മഹാത്മാ അക്കാഡമി എന്ന പേരിൽ കരുനാഗപ്പള്ളിയിൽ നടത്തിവരുന്നു. നിർദ്ധനരായ കുട്ടികൾക്ക് സൗജന്യ ട്യൂഷനാണ് നൽകുന്നത്. കോഴിക്കോട് ധാർമ്മിക ദിനപത്ര മാസികയുടെ എക്സലൻസ് അവാർഡ്, അംബേദ്കർ ഫൗണ്ടേഷൻ കേരളയുടെ ഡോക്ടർ അംബേദ്കർ ഗുരുശ്രേഷ്ഠ പുരസ്കാരം, സംസ്കാര സാഹിത്യവേദി തിരുവനന്തപുരത്തിൻ്റെ കവിതാ അവാർഡ്, തുഞ്ചൻ ഭക്തി പ്രസ്ഥാന പഠന കേന്ദ്രത്തിൻ്റെ തുഞ്ചത്തെഴുത്തച്ഛൻ പ്രഥമ പ്രതിഷ്ഠാ വാർഷിക പുരസ്കാരം, സർഗചേതന കരുനാഗപ്പള്ളിയുടെ സർഗചേതന കവിതാ പുരസ്കാരം എന്നിങ്ങനെ ധാരാളം അവാർഡുകൾ ലഭിച്ചിട്ടുണ്ട്. ഇതിനകം BSSൻ്റെ കവിതാ അവാർഡും ഇദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. 50-ലധികം ആദരവുകളും ലഭിച്ചിട്ടുണ്ട്. സാഹിത്യ മേഖലയിലെ സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണം നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീമതി സിന്ധു സുരേഷ്, കോഴിക്കോട് താമരശ്ശേരി സ്വദേശി. 30 വർഷമായി നൃത്ത സംഗീത മേഖലകളിൽ സജീവമായി പ്രവർത്തിച്ചു വരുന്നു. സ്വന്തമായി നടരാജ മണ്ഡപം സ്കൂൾ ഓഫ് ഡാൻസ് എന്ന സ്ഥാപനം നടത്തുന്നു. കൂടാതെ കോഴിക്കോട് ബാബുരാജ് മെമ്മോറിയൽ മ്യൂസിക് അക്കാദമി, SVN കലാക്ഷേത്ര എന്നിവിടങ്ങളിലെ നൃത്ത അധ്യാപികയുമാണ്. നിരവധി ദേശീയ അന്തർദേശീയ പ്രോഗ്രാമുകളിൽ പങ്കെടുത്തു. ഛത്തീസ്ഗഡ് വെച്ച് നടന്ന ഇൻ്റർനാഷണൽ ഡാൻസ് ഫെസ്റ്റിവലിൽ പങ്കെടുത്തിട്ടുണ്ട്. ഭരതനാട്യത്തിൽ ഭരതശാസ്ത്ര നൃത്തപ്രവീണ, മോഹിനിയാട്ടത്തിൽ നൃത്തനിഷ്ഠ, നൃത്ത സമന്വയ നാട്യശ്രീ പുരസ്കാർ, നാട്ടുവനാർ ഗോപികൃഷ്ണ ഡാൻസ് ഫെസ്റ്റിവലിൽ പങ്കെടുത്ത നൃത്തഭൂഷൺ, നൃത്ത ഇളവരസി, നൃത്തശ്രീ തുടങ്ങി നിരവധി പുരസ്കാരങ്ങൾ കരസ്ഥമാക്കിയിട്ടുണ്ട്. കേരളത്തിലെ 14 ജില്ലകളിൽ നിന്ന് 30ഓളം നൃത്ത അധ്യാപകരുമായി ചേർന്ന പ്രൊഫഷണൽ ഗ്രൂപ്പ് കേരളത്തിനകത്തും പുറത്തും നിരവധി പ്രോഗ്രാമുകൾ ചെയ്തു വരുന്നു. 14 വർഷമായി താമരശ്ശേരിയിലെ സാംസ്കാരിക സംഘടനയുടെ ജോയിൻറ്റ് സെക്രട്ടറിയായും ത്യാഗരാജ സംഗീത സഭയുടെ മെമ്പറായും പ്രവർത്തിച്ചു വരുന്നു. സമന്വയ പള്ളിപ്പുറം എന്ന സംഘടനയിലൂടെ ധാരാളം ചാരിറ്റി പ്രവർത്തനങ്ങളിലും പങ്കാളിയാവുന്നു. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുട്ടികളെ ഫീസ് ഈടാക്കാതെ നൃത്തം അഭ്യസിപ്പിച്ചു വരുന്നു. കലാകാരന്മാരുടെ ദേശീയ സംഘടന നന്മ സർഗ വനിത കോഴിക്കോട് ജില്ലാ പ്രസിഡന്റാണ്. നന്മയുടെ തന്നെ താമരശ്ശേരി യൂണിറ്റിന് സെക്രട്ടറിയാണ്. കേരള ആർട്ടിസ്റ്റ് ഫ്രട്ടേണിറ്റി കോഴിക്കോട് സൗത്ത് മേഖല എക്സിക്യൂട്ടീവ് അംഗമായും പ്രവർത്തിക്കുന്നു. കൂടാതെ ഓൾ കേരള നൃത്ത അധ്യാപിക സംഘടനയുടെ കോഴിക്കോട് ജില്ലാ എക്സിക്യൂട്ടീവ് അംഗമായും പ്രവർത്തിച്ചു വരുന്നു. നൃത്ത മേഖലയിലെ സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണം നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീമതി അനിത ദിവോദയം, പത്തനംതിട്ട അടൂർ സ്വദേശി. കവി. നിരവധി മ്യൂസിക്കൽ ആൽബങ്ങൾ ചെയ്തിട്ടുണ്ട്. സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധേയാണ്. മഹാഭാരത ഇതിഹാസ കഥാപാത്രമായ കണ്ണൻ്റെ പ്രിയപത്നി വൃഷാലിയെക്കുറിച്ചും ഭീമസേൻ്റെ കാട്ടിലെ പത്നിയായ ഹിഡുംബിയെക്കുറിച്ചും ഖണ്ഡകാവ്യങ്ങൾ എഴുതി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. മുന്തിരിയുടെ മുറിവുകൾ എന്ന കവിതാ സമാഹാരം പ്രസിദ്ധീകരിച്ചു. സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ പത്തനംതിട്ട ജില്ല നടത്തിയ കവിതാരചനാ മത്സരത്തിൽ ജീവിതയാത്ര എന്ന കവിതയ്ക്ക് 1ാം സമ്മാനം കിട്ടിയിട്ടുണ്ട്. 2026 PG ആനന്ദൻ മെമ്മോറിയൽ ഓവറോൾ ട്രോഫി ലഭിക്കുകയുണ്ടായി. അക്ഷരം കലാസാഹിത്യവേദിയുടെ മികച്ച അധ്യാപികയ്ക്കുള്ള 2022 അവാർഡ്, സംസ്ഥാന അധ്യാപക കലോത്സവത്തിൽ കവിതാരചനയിൽ 1ാം സ്ഥാനം, താതതർപ്പണം എന്ന മ്യൂസിക്കൽ ആൽബത്തിലെ മികച്ച വരികൾക്ക് സോളോ ലേഡി ഫിലിം ഫെസ്റ്റിവൽ അവാർഡ്, കലാദീപം സർഗ കീർത്തി അവാർഡ്, ഗ്രാമസന്ധ്യ ഫോക്ലോർ അവാർഡ് എന്നീ നിരവധി അവാർഡുകൾ ലഭിക്കുകയുണ്ടായി.
കുട്ടികൾ സ്നേഹത്തോടെ മുന്തിരി ടീച്ചർ എന്നാണ് വിളിക്കുന്നത്. ഹയർ സെക്കൻഡറി NSS കോർഡിനേറ്ററാണ്. സ്കൂൾ സൗഹൃദ കോർഡിനേറ്ററുമാണ്. സ്കൂൾ കൗൺസിലർ എന്ന നിലയിലും പ്രവർത്തിച്ചിട്ടുണ്ട്. പുരോഗമന കലാസാഹിത്യ സംഘം സംസ്ഥാന കൗൺസിൽ അംഗം, വനിതാ സാഹിത്യ സംസ്ഥാന കമ്മിറ്റി അംഗം, പുരോഗമന കലാസാഹിത്യ സംഘം പത്തനംതിട്ട ജില്ലാ ട്രഷറർ എന്നീ നിലകളിലും പ്രവർത്തിച്ചു വരുന്നു. സാഹിത്യ മേഖലയിലെ സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണം നൽകി ആദരിക്കുന്ന സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീമതി അംബിക ശിവദായകം, വയനാട് വെള്ളമുണ്ട സ്വദേശി. കവിത, കഥ, യാത്രാ വിവരണങ്ങൾ, ചെറുലേഖനങ്ങൾ എന്നിവയാണ് എഴുതുന്നത്. 2021 മഴയോട് മാത്രമായി എന്ന 46 കവിതകൾ അടങ്ങുന്ന ഒരു കവിതാ സമാഹാരം പ്രസിദ്ധീകരിച്ചു. 2023 25 കവിതകളോട് കൂടിയ കിനാവിൻ്റെ നിലാപ്പൊട്ടുകൾ എന്ന മറ്റൊരു കവിതാ സമാഹാരം കൂടി പ്രസിദ്ധീകരിച്ചു. നിരവധി കവിതാ സമാഹാരങ്ങളിൽ കവിതകൾ രചിച്ചിട്ടുണ്ട്. കൂടാതെ ഡിജിറ്റൽ മാഗസിനുകളിലും കവിതകൾ എഴുതിയിട്ടുണ്ട്. നിരവധി സാഹിത്യ കൂട്ടായ്മകളിൽ സാന്നിധ്യമായി തുടരുന്നു. ഫിലമൻ കലാസാഹിത്യവേദിയുടെ പ്രതിഭാ പുരസ്കാരം, കൈരളി ആർട്ടിസ്റ്റ് ആൻഡ് ലിറ്ററേറ്റേഴ്സ് അസോസിയേഷൻ്റെ സംസ്ഥാന കവിതാ പുരസ്കാരം തുടങ്ങിയ ഒട്ടനേകം സാഹിത്യ കൂട്ടായ്മകളുടെ പുരസ്കാരങ്ങളും ആദരവുകളും ലഭിച്ചിട്ടുണ്ട്. മലയാളം കലാസാഹിത്യവേദിയുടെ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗമാണ്. ശ്രേഷ്ഠ ഭാഷ മലയാളത്തിൻ്റെ കവിതാ സമാഹാരത്തിൽ സൃഷ്ടികൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. സാഹിത്യ മേഖലയിലെ സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണം നൽകി ആദരിക്കുന്ന സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീമതി ദീപ സി, കൊല്ലം കൊട്ടാരക്കര സ്വദേശി. മ്യൂസിക് തെറാപ്പിയിൽ പ്രത്യേക പരിശീലനം നേടിയിട്ടുണ്ട്. സംഗീതം, യോഗ, സംഗീത ചികിത്സ എന്നിവയുടെ സഹായത്തോടെ വ്യക്തികളുടെ മാനസികവും ശാരീരികവുമായ ആരോഗ്യ വികസനത്തിനും സാമൂഹ്യ പുരോഗതിക്കും സംഭാവന നൽകുക എന്ന ലക്ഷ്യവുമായി പ്രവർത്തിക്കുന്നു. ഡയറക്ടർ, വേദ മ്യൂസിക് ആൻഡ് യോഗ. 25 വർഷത്തിലധികമായി പ്രവർത്തിക്കുന്നു. എഴുകോൺ ശ്രീ നാരായണ ഗുരു സെൻട്രൽ സ്കൂളിൽ മ്യൂസിക് യോഗ ടീച്ചറായി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. പത്തനാപുരം ഗാന്ധി ഭവനിൽ സംഗീത ചികിത്സ, മെഡിറ്റേഷൻ, യോഗ എന്നിവ പരിശീലിപ്പിക്കുന്നു. പഞ്ചായത്ത് തലങ്ങളിൽ സംഘടിപ്പിക്കുന്ന 21 ദിവസത്തെ യോഗ പരിശീലന പരിപാടിയിൽ സജീവ പങ്കാളിത്തം വഹിക്കുന്നു. സബ് ജില്ല, ജില്ലാ, സ്കൂൾ കലോത്സവം, CBSE കലോത്സവം, യൂണിവേഴ്സിറ്റി യുവജനോത്സവം, മെഡിക്കൽ യൂണിവേഴ്സിറ്റി കലോത്സവം, ജില്ലാ കേരളോത്സവം, കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് കലോത്സവം എന്നിവയിൽ വിധികർത്താവാണ്. ഗുരുശ്രേഷ്ഠ അവാർഡ്, നവരാത്രി സംഗീത സഭയുടെ മികച്ച പെർഫോമർ അവാർഡ് തുടങ്ങിയ അവാർഡുകൾ ലഭിച്ചിട്ടുണ്ട്. സംഗീത മേഖലയിലെ മികച്ച സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണം നൽകി ആദരിക്കുന്ന സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീ സൂര്യ ബാബു, കോഴിക്കോട് കൊയിലാണ്ടി സ്വദേശി, നർത്തകൻ, കാരുണ്യ പ്രവർത്തകൻ. വടകര ഗുരുക്കൽസ് എന്ന സ്ഥാപനത്തിൽ 26 വർഷമായി ആതുര സേവനം ചെയ്തു വരുന്നു. പാവപ്പെട്ടവർക്ക് വേണ്ടി സൗജന്യ സേവനമാണ് നൽകുന്നത്. കഴിഞ്ഞ 26 വർഷമായി നൃത്തവും അഭ്യസിപ്പിക്കുന്നുണ്ട്. കുച്ചിപ്പുടിയിൽ നാഷണൽ ലെവൽ സ്കോളർഷിപ്പ് കുട്ടികൾക്ക് നേടിക്കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. മലയാളി അസോസിയേഷൻ കൊൽക്കത്ത, കാളിമാത ഫെസ്റ്റിവൽ ആന്ധ്രാപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിൽ നൃത്ത പരിപാടി ഇപ്പോഴും നടത്തിവരുന്നു. JC ഡാനിയൽ പുരസ്കാരം, നല്ല നർത്തകനുള്ള പുരസ്കാരം, കോറിയോഗ്രാഫർ പുരസ്കാരം എന്നിവ ലഭിച്ചിട്ടുണ്ട്. നന്മ നാഷണൽ അസോസിയേഷൻ ഓഫ് മലയാളം ആർട്ടിസ്റ്റ് കലാകാര സംഘടനയിൽ അംഗമാണ്. നൃത്തമേഖലയിലെ സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണം നൽകി ആദരിക്കുന്ന സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീമതി ദേവു അശ്വാരൂഢ, നെടുമങ്ങാട് നന്ദിയോട് സ്വദേശി, ആർട്ടിസ്റ്റ്, നൃത്താധ്യാപക. 9 വയസ്സ് മുതൽ സ്കൂൾ, സബ് ജില്ലാ കലോത്സവങ്ങളിൽ സജീവമാണ്. ഭരതനാട്യം, കുച്ചിപ്പുടി, നാടോടി നൃത്തം, കേരള നടനം എന്നീ ഇനങ്ങളിൽ സ്കൂൾ, സബ് ജില്ലാ, ജില്ലാ കലോത്സവങ്ങളിൽ മികവ് തെളിയിച്ചു. സ്കൂൾ വിദ്യാഭ്യാസ കാലത്ത് വിളപ്പിൽ ശാലയിൽ വെച്ച് നടന്ന ലാസ്യ എന്ന കോമ്പറ്റീഷനിൽ ഭരതനാട്യം, കുച്ചിപ്പുടി, നാടോടി നൃത്തം എന്നീ ഇനങ്ങളിൽ മികച്ച വിജയം കരസ്ഥമാക്കി. 2021 സ്വന്തമായി അശ്വാരൂഢ എന്ന പേരിൽ ഒരു നൃത്ത വിദ്യാലയം ആരംഭിച്ചു. തുടർന്ന് ക്ലാസിക്കൽ, സെമി ക്ലാസിക്കൽ, കൈകൊട്ടിക്കളി തുടങ്ങിയ ഇനങ്ങൾ പ്രായഭേദമന്യേ ഇവിടെ അഭ്യസിപ്പിക്കുന്നു. ഇവിടെ പഠിക്കുന്ന കുട്ടികൾ വിവിധ മത്സരങ്ങളിൽ വിജയികളാകുന്നുണ്ട്. 18 വയസ്സ് മുതൽ തന്നെ അധ്യാപക രംഗത്ത് സജീവം. സ്കൂൾ, സബ് ജില്ലാ, ജില്ലാ, യൂണിവേഴ്സിറ്റി കലോത്സവങ്ങളിലേക്ക് വിദ്യാർത്ഥികളെ മത്സരിപ്പിക്കാൻ പ്രാപ്തരാക്കുകയും സമ്മാനങ്ങൾ നേടുകയും ചെയ്തു വരുന്നു. 3 വർഷമായി പ്രവർത്തിക്കുന്ന അശ്വാരൂഢ കൈകൊട്ടിക്കളി സംഘത്തിൻ്റെ ക്യാപ്റ്റനായി നിലനിൽക്കുന്നു. 2025 ഏപ്രിൽ മുതൽ നടന്ന കൈകൊട്ടിക്കളി കോമ്പറ്റീഷനിൽ മത്സരിക്കുകയും തുടരെ സമ്മാനങ്ങൾ നേടുകയും ചെയ്തിട്ടുണ്ട്. 15-ൽ പരം 1ാം സമ്മാനങ്ങളും 10-ൽ പരം 2ാം സമ്മാനങ്ങളും നേടിയിട്ടുണ്ട്. 2022 മുതലുള്ള കലോത്സവങ്ങളിലും കൈകൊട്ടിക്കളി കോമ്പറ്റീഷനിലും സ്ഥാപനമായ അശ്വാരൂഢ ഡാൻസ് വേൾഡിൻ്റെ നിറസാന്നിധ്യം നിലനിന്നു വരുന്നു. നൃത്തമേഖലയിലെ സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണം നൽകി ആദരിക്കുന്ന സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീമതി ബീന നവദീപം, തിരുവനന്തപുരം ഇഞ്ചക്കൽ സ്വദേശി, സാഹിത്യകാരി. 54 കവിതകളും കഥകളും ലേഖനങ്ങളും എഴുതിയിട്ടുണ്ട്. അംബ പ്രസാദം, കേരള സ്റ്റേറ്റ് സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് മാഗസിൻ,
ചിന്മയ വിദ്യാലയ മാഗസിൻ, പവിത്ര ഭൂമി, പുഴക്കര എന്നീ മാഗസിനുകളിൽ എഴുതി വരുന്നു. ആകാശവാണിയിൽ കവിതകൾ അവതരിപ്പിക്കാൻ അവസരം ലഭിച്ചിട്ടുണ്ട്. പല കവിയരങ്ങിലും സജീവമായി പങ്കെടുത്തു വരുന്നു. ആറ്റുകാൽ ചിന്മയ വിദ്യാലയത്തിൽ ടീച്ചറായി ജോലി നോക്കുന്നു. കൂടാതെ ഭാരത് സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സ് പ്രസ്ഥാനത്തിൽ സേവനമനുഷ്ഠിക്കുകയും ചെയ്യുന്നുണ്ട്. ചിന്മയ വിദ്യാലയത്തിലെ ഗൈഡ് വിഭാഗം ഫോക്ക് ലീഡറായും സേവനം ചെയ്തു വരുന്നു. 2020 അതുപോലെ 2025 ബെസ്റ്റ് ടീച്ചർ അവാർഡ് ചിന്മയ മിഷനിൽ നിന്നും ലഭിച്ചിട്ടുണ്ട്. കവി അയ്യപ്പൻ സ്മാരക 2025 ശ്രേഷ്ഠ കവിതയ്ക്കുള്ള സ്നേഹാദരവ്, സാഹിത്യത്തിൽ ഡി വിനയചന്ദ്രൻ അവാർഡ് എന്നിവ ലഭിച്ചിട്ടുണ്ട്. സ്കൗട്ട് ആൻഡ് ഗൈഡ്സിൻ്റെ സജീവ പങ്കാളിത്തം കണക്കിലെടുത്ത് ജസ്റ്റിസ് ശ്രീദേവി അനുസ്മരണ പുരസ്കാരം 2026 ലഭിച്ചു. കൂടാതെ ഭാരതീയ വിചാര കേന്ദ്രം, ഗീത സ്വാധ്യായ സമിതി, ക്ഷേത്ര സംരക്ഷണ സമിതി എന്നിവയിൽ നിന്ന് നിരവധി പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ഭാരത് സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സ് മധ്യപ്രദേശ് അസിസ്റ്റന്റ് ലീഡർ ട്രെയിനിംഗ് കോഴ്സ് കഴിഞ്ഞതിൻ്റെ പേരിലുള്ള നാഷണൽ ലെവൽ ലോങ് സർവീസ് അവാർഡ് 2025 ലഭിച്ചു. നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലും പങ്കെടുത്തു വരുന്നു. സാഹിത്യ മേഖലയിലെ സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണം നൽകി ആദരിക്കുന്ന സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീമതി ഉമൈഫ റഷീദ്, തിരുവനന്തപുരം മുട്ടട സ്വദേശി, കവയിത്രി. 400ഓളം കവിതകൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ തന്നെ ധാരാളം എഴുതുമായിരുന്നു. സമകാലിക മാധ്യമങ്ങളിൽ കഥയും കവിതയും എഴുതി 3 പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. തപ്ത നിശ്വാസമെൻ ചിന്തനം, നാളത്തെ പുലരിക്കായി എന്ന 2 കവിതാ സമാഹാരവും മനസ്സിൻ്റെ നിളയുടെ തീരം എന്ന ചെറുകഥാ സമാഹാരവുമാണ് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. പൊതുപ്രവർത്തന രംഗത്തും ജീവകാരുണ്യ മേഖലയിലും ഇപ്പോഴും സജീവമായി തുടരുന്നു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ മണ്ഡലം ഭാരവാഹിയായും പ്രവർത്തിച്ചു വരുന്നു. ശ്രീ ചിത്രതിരുനാൾ രാജ പുരസ്കാരം, അബ്ദുൽ കലാം സ്റ്റഡി സെൻറ്റർ പുരസ്കാരം, കാവ്യരാഗ പുരസ്കാരം, ജനാധിപത്യ കലാ സാഹിത്യ പുരസ്കാരം, വൈദ്യശ്രേഷ്ഠ സാഹിത്യ അവാർഡ് തുടങ്ങി പല സാഹിത്യ സാംസ്കാരിക മേഖലകളിൽ നിന്നും അവാർഡുകളും അതുപോലെ തന്നെ ആദരവുകളും ലഭിച്ചിട്ടുണ്ട്. സാഹിത്യ മേഖലയിലെ സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണം നൽകി ആദരിക്കുന്ന സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീമതി ശാന്തമ്മ ചന്ദ്രദാസ്, ആലപ്പുഴ ചെങ്ങന്നൂർ സ്വദേശി, നർത്തകി. 8 വയസ്സ് മുതൽ നൃത്തം അഭ്യസിക്കുന്നു. 18 വയസ്സ് മുതൽ കുട്ടികളെ നൃത്തം പഠിപ്പിക്കാൻ തുടങ്ങി. ഏകദേശം 600-ലധികം ശിഷ്യരുണ്ട്. മാവേലിക്കരയിലെ പ്രശസ്തമായ നൃത്ത ട്രൂപ്പിലെ നൃത്ത നാടകം സംവിധാനം ചെയ്യുന്നു. അതിനുശേഷം പല്ലാരിമംഗലം ദീപ തിയേറ്റേഴ്സിൽ നൃത്ത നാടകം സംവിധാനം ചെയ്തു. 600-ൽ വേദികളിൽ നൃത്തം അവതരിപ്പിച്ചിട്ടുണ്ട്. 6 വർഷം നൃത്ത നാടക ട്രൂപ്പിൽ അഭിനയിച്ചിട്ടുണ്ട്. ശാരിക നൃത്താലയം എന്ന സ്വന്തം ട്രൂപ്പ് ഉണ്ടാക്കി നൃത്ത സ്കൂളായി പ്രവർത്തിച്ചു വരുന്നു. ധാരാളം കുട്ടികൾ ഇപ്പോഴും നൃത്തം അഭ്യസിക്കുന്നുണ്ട്. ഇവിടെ 2013 നൃത്ത വിഭാഗത്തിൽ ഡോക്ടർ അംബേദ്കർ നാഷണൽ അവാർഡ് ലഭിച്ചിട്ടുണ്ട്. നൃത്ത മേഖലയിലെ സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണം നൽകി ആദരിക്കുന്ന സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീ അശോകൻ KK, കാസർഗോഡ് പനയാൽ സ്വദേശി. ഉടുപ്പി മുല്ല അല്ലെങ്കിൽ ശങ്കരമുല്ല കൃഷിയെക്കുറിച്ച് കേട്ടറിഞ്ഞപ്പോൾ ഒരു പരീക്ഷണം എന്ന നിലയിൽ 25 സെൻറ്റ് ഭൂമി മണ്ണിട്ട് നികത്തി കുറ്റിമുല്ല കൃഷി ആരംഭിച്ചു. ഇത് ഒരു വലിയ പരീക്ഷണം തന്നെയായിരുന്നു. അങ്ങനെ കെട്ടിട നിർമ്മാണ തൊഴിലാളിയായ അശോകൻ കുറ്റിമുല്ല കൃഷിയിൽ ഒരു ചെറു വിപ്ലവം തന്നെ സൃഷ്ടിച്ചു. വീട് ഉൾപ്പെടെയുള്ള 30 സെൻറ്റ് ഭൂമിയിലാകെ കൃഷി വ്യാപിപ്പിച്ചതോടെ മുഴുവൻ സമയ കൃഷിക്കാരനായി മാറി. സീസണിൽ പ്രതിമാസം 10 കിലോ പൂക്കൾ ലഭിക്കുന്നു. കൃഷിയുടെ സാർവത്രികമായ പ്രവർത്തനത്തിൽ കുടുംബവും സജീവമാണ്. ഇടനിലക്കാരിലെ നേരിട്ട് ആവശ്യക്കാർക്ക് എത്തിച്ചു കൊടുക്കുന്നതാണ് വിൽപ്പന രീതി. ഇതോടൊപ്പം വൻതോതിൽ മത്സര കൃഷിയെ നേന്ത്രവാഴ കൃഷി, പശു ആടുവളർത്തൽ എന്നിവയിൽ മത്സ്യകൃഷി, നേന്ത്രവാഴ കൃഷി, പശു ആടുവളർത്തൽ എന്നിവയിലും പ്രവർത്തിക്കുന്നു. കൃഷി മേഖലയിലെ സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണം നൽകി ആദരിക്കുന്ന സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീ KG ഓമനക്കുട്ടൻ, തിരുവല്ല കവിയൂർ സ്വദേശി, മധ്യ തിരുവിതാംകൂറുടെ അനുഷ്ഠാന കലാരൂപമായ പടയണി രംഗത്ത് 36 വർഷക്കാലമായി പ്രവർത്തിക്കുന്നു. പടയണിയുടെ എല്ലാ മേഖലയിലും പ്രാവീണ്യമുണ്ട്. പടയണി കലയുടെ വിവിധ ഭാഗങ്ങളായ തുള്ളൽ, കൊട്ട്, പാട്ട്, വിനോദം, കോലമെഴുത്ത് എന്നിവയുടെയും പരിശീലകനാണ്. പടയണിയിലെ തെക്കൻ വടക്കൻ ചിട്ടകളിൽ നിരവധി ആശാന്മാരിൽ നിന്നും ശിക്ഷണം നേടിയിട്ടുണ്ട്. 13-ാം നൂറ്റാണ്ടിൻ്റെ കാവ്യങ്ങളെ പ്രതിപാദിക്കുന്ന നിരവധി കോലങ്ങളെ ആവിഷ്കരിച്ചിട്ടുണ്ട്. കുറത്തിത്തെയ്യം, പിള്ളത്തീനിക്കാളി എന്നിവയാണ് പ്രധാന ഇനങ്ങൾ. 120 വർഷമായി മുടങ്ങിക്കിടന്ന പുതിയകാവ് പടയണി കളരിയെ അവതരിപ്പിച്ചു. നിരവധി കരകളിൽ പടയണിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചു വരുന്നു. 2020 കേരള ഫോക്ലോർ അക്കാദമി ഗുരുപൂജ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. പരമ്പരാഗത കലയുടെ പ്രചാരണം കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണം നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീ R ഉമേഷ് കുമാർ,
ആറ്റിങ്ങൽ കൊടുമൺ സ്വദേശി. 1980-കളിൽ അമച്വർ നാടകത്തിലൂടെ അഭിനയത്തിലേക്ക് കടന്നു വന്നു. ക്ലബ് നാടകങ്ങളിലും അഭിനയിച്ചു. 84 മുതൽ പൂകൾക്ക് പുണ്യകാലം എന്ന നാടകത്തിലൂടെ പ്രൊഫഷണൽ നാടക സമിതിയായ ചിറയിൻകീഴ് അനുഗ്രഹിക്ക് രൂപം കൊടുത്തു. ആദ്യകാല നാടകങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട്. പിന്നീട് സംഘാടകൻ മാത്രമായി. ഇടനിലക്കാരൻ, ചിന്നപ്പാപ്പൻ, ചിരിക്കുന്ന മനുഷ്യൻ, നായകൻ എന്നിങ്ങനെ 34 നാടകങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട്. ഇപ്പോൾ കുമ്മാട്ടി എന്ന നാടകത്തിൻ്റെ പണിപ്പുരയിലാണ്. സംസ്ഥാന അവാർഡ് ഉൾപ്പെടെ നിരവധി പുരസ്കാരങ്ങൾ നേടിയിട്ടുണ്ട്. തിക്കുറിശ്ശി ഫൗണ്ടേഷൻ അവാർഡ്, പ്രേം നസീർ സ്മൃതി സായാഹ്ന പുരസ്കാരം തുടങ്ങിയവ ലഭിച്ചിട്ടുണ്ട്. നാടക കലാകാരന്മാരുടെ സംഘടനയായ കേരള ഡ്രാമ വർക്കേഴ്സ് വെൽഫെയർ അസോസിയേഷൻ ജനറൽ സെക്രട്ടറി, പ്രൊഫഷണൽ ഡ്രാമ ചേംബറിൻ്റെ സെക്രട്ടറി, മലയാള നാടക ആസ്വാദന മേഖലയിൽ മനസ്സിൻ്റെ ഖജാൻജി തുടങ്ങി നിരവധി മേഖലകളിൽ പ്രവർത്തിച്ചു വരുന്നു. നാടക മേഖലയിലെ സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണം നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീ വിൽസൺ ജോസഫ്, കൊല്ലം തങ്കശ്ശേരി സ്വദേശി, ദുബായിൽ സ്ഥിരതാമസം. 18-ാം വയസ്സിൽ മുംബൈയിൽ ഒരു ഇലക്ട്രോണിക്സ് കമ്പനിയിൽ ജോലിയിൽ പ്രവേശിച്ചു. കമ്പനി രാജ്യത്തെ പല സൈറ്റുകളിലേക്കും വർക്ക് ചെയ്തുകൊണ്ടിരിക്കെ അഡ്സോക്സി എന്ന കമ്പനിയിൽ പ്രവേശിച്ചു. അവിടെ നിന്നും ഖത്തറിൽ 10 വർഷം ജോലി നോക്കി. ദുബായിൽ ഒരു കമ്പനിയിൽ ഫുൾ സൂപ്പർവൈസറായി ജോലി ചെയ്യവേ റോസ്ഫിൽഡ കൺസ്ട്രക്ഷൻ എന്ന കമ്പനി ആരംഭിച്ചു. അവിടെ 300ഓളം പേർക്ക് തൊഴിൽ സാധ്യതയുള്ള സ്ഥാപനമാക്കി അതിനെ മാറ്റി. ലയൺസ് ക്ലബ് ഇൻ്റർനാഷണലിലെ MJF മെമ്പർ പദവിയിൽ നിന്നുകൊണ്ട് സ്വന്തം നാട്ടിലെ വളരെ പിന്നോക്കാവസ്ഥയിലുള്ളവർക്ക് വേണ്ടവിധ സഹായങ്ങൾ ചെയ്തു വരുന്നു. സ്വന്തമായി നിർമ്മിച്ച കോംപ്ലക്സുകളിലും ലോഡ്ജുകളിലും നിരവധി പേർക്ക് തൊഴിൽ അവസരം സൃഷ്ടിച്ചുകൊണ്ട് വരുമാനത്തിൻ്റെ നല്ലൊരു സ്രോതസ് നാട്ടിലെ ക്യാൻസർ രോഗികൾക്കും പിന്നോക്കം നിൽക്കുന്നവർക്കും സാമ്പത്തിക സഹായമായി നൽകി വരുന്നു. തൊഴിൽ മേഖലയിലെ സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണം നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം.